कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा हरे कृष्णा। हरे कृष्णा। हरे कृष्ण प्रणाम എല്ലാവർക്കും. हरे कृष्णा। हरे कृष्णा। ഹരേ കൃഷ്ണ പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. നമുക്ക് ആദ്യം പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. നമുക്കന്ന് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാം. ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി. യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരു ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വഭാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ. ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിധം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹന ലളിത ശ്രീവിശാഖാനിം താംശം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധിഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭാതി കൃഷ്ണ വൈഷ്ണവ ഭക്തർക്ക് ജയ്. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. പ്രണാമം പ്രഭുജി. പ്രണാമം. പ്രണാമം എല്ലാവർക്കും പ്രണാമം. നമ്മളിന്ന് മന്ത്രം ഒന്നല്ലേ എടുക്കുന്നത്? മന്ത്രം ഒന്നാണ്. മന്ത്രം ഒന്നല്ലേ? ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. പ്രഭാതിക്ക് ഗുരുദേവ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ ബുക്ക് എന്ന് പറഞ്ഞത് ഈശാവാസ്യമാണ്. മന്ത്രങ്ങളാണ് നമ്മൾ പഠിക്കണം, അത് ശ്രദ്ധിക്കണം. മറ്റൊക്കെ ശ്ലോകങ്ങളാണ്, ഇത് ഡയറക്റ്റ് മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കൊരു അതീന്ദ്രിയമായിട്ടൊരു അനുഭവം നമുക്ക് അതൊക്കെ കിട്ടും. കൂടാതെ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അല്ലേ. കൂടാതെ നമ്മളെ സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മന്ത്രത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രം നമ്മൾ ആ ട്യൂണിൽ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഫലം നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രം ഒന്ന്. അപ്പൊ ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുമ്പോ തന്നെ അതിനെ നമുക്കറിയാം 18 മന്ത്രങ്ങളുണ്ട്. ആ 18ലെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. 18 ഹരേ കൃഷ്ണ ഒന്ന് ഞാൻ ചെയ്തോട്ടെ.
18 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാം. അപ്പൊ ഇതിൽ 18 മന്ത്രങ്ങളുണ്ട്. അതിനെ ഈശവാസിന് ആരോ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ. ഞാൻ മുട്ടാളി കൊടുക്കും. വീണ്ടും ആരോ അൺമ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിസ്റ്റർബ് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഈശവാസി ഉപനിഷത്തിൽ 5 ഭാഗങ്ങളുണ്ട്. കാരണം 5 ഭാഗങ്ങളായിട്ടാണ് ഈശവാസി ഉപനിഷത്തിന് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നമ്മള് ധാന്യ ശ്ലോകം നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധാന്യ ശ്ലോകം പറഞ്ഞു. പിന്നെ ഈശ്വരനുമായി യോജിച്ച് 0 തൊട്ട് 3 വരെ ധാന്യ ശ്ലോകം തൊട്ട് 3ാമത്തെ ശ്ലോകം വരെ എന്നാണ് ഈശ്വരനുമായിട്ട് യോജിച്ച് ജീവിക്കുക. ഏതാണ് ഈ മന്ത്രം? 3 വരെയുള്ള മന്ത്രങ്ങളില് പറയണത് ഈശ്വരനുമായിട്ട് നമ്മൾ എങ്ങനെയാണ് യോജിച്ച് ജീവിക്കേണ്ടത്. ഈശ്വരനെ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈശ്വരനുമായിട്ട് നമ്മൾ യോജിച്ച് ജീവിക്കണം. ആത്മീയമായ കാഴ്ചപ്പാടുകളിലൂടെ ഈശ്വരനെ മനസ്സിലാക്കുക. 4 തൊട്ട് 8 വരെയുള്ള മന്ത്രങ്ങൾ പറയുന്നത് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ. ആത്മീയത അല്ലെ, ഭൗതികത അല്ല. ഭൗതികത വെച്ചിട്ട് നമ്മള് ഒരു ഈശ്വരനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഭൗതിക വെച്ചിട്ട് നമുക്ക് ഈശ്വരനെ മെഷർ ചെയ്യാനോ ഭൗതിക ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടോ നമുക്ക് ഭഗവാനെ കാണാനോ നമ്മൾ ആത്മാവിനെ പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആത്മീയതയാണ്. അത് ഭഗവാന്റെ അംശമാണ്, ഭൗതികതര കാര്യമല്ല അത്. അപ്പൊ എന്താണ്? ഒരിക്കലും അതാണ് നമ്മൾ ഒരിക്കലും ഭഗവാനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ ആത്മീയമായ കാഴ്ചപ്പാടിലൂടെ ഈശ്വരനെ മനസ്സിലാക്കുക. ശരിയായ തെറ്റും ശരിയും തെറ്റും വിദ്യ, ഈശ്വരനെ മനസ്സിലാക്കൽ. അതായത് ശരി എന്താണ്, തെറ്റ് എന്ന് ഇതൊക്കെ മനസ്സിലാക്കുക നമ്മൾ. അതായത് ഈശ്വരനെ ആരാധിക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ്, അതാണ് 9 തൊട്ട് 11 വരെയുള്ള മന്ത്രങ്ങളിൽ പറയുന്നത്. പിന്നെ 12 തൊട്ട് 14 ശരിയും തെറ്റും ഉപാസന. നമ്മൾ ഭഗവാനെ ഉപാസിക്കുന്ന സമയത്ത് അതിൽ തെറ്റായിട്ട് ഉപേക്ഷിക്കാം, ശരിയായിട്ടും ഉപേക്ഷിക്കാം. അപ്പൊ ഏതാണ് ശരി, ഏത് തരം ഉപാസനയാണ് തെറ്റ്, ഏത് തരം ഉപാസനയാണ് ശരി, അതാണ് 12 തൊട്ട് 14 വരെയുള്ള മന്ത്രങ്ങളിൽ പറയുന്നത്. 15 തൊട്ട് 18 വരെയുള്ള മന്ത്രങ്ങളിൽ പറഞ്ഞ് സ്വയം വെളിപ്പെടുത്താൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഭഗവാനെ കാണുന്നത് ആ സമയത്ത് ഭഗവാന്റെ ഇതാണ് കാണുന്നത്. ബ്രഹ്മജ്യോതിനാണ് ശരിക്കും ഭക്തനാദം സാക്ഷാത്കരിക്കുന്നത്. നമുക്കറിയാം ഭക്തന്മാർ ഫസ്റ്റ് ലെവലില് ഒരു ടീച്ചറിനല്ല കാണുന്നത്. ആ ലെവലിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ ബ്രഹ്മജ്യോതിയാണ് കാണുന്നത്. അപ്പൊ ആ ബ്രഹ്മജ്യോതിയിൽ നിന്ന് ഭഗവാന്റെ ബ്രഹ്മജ്യോതി മാറ്റിയിട്ട് എനിക്ക് അങ്ങയുടെ ആ പരിശുദ്ധമായ ശാശ്വത രൂപം കാണിച്ചു തരണമേ എന്നാണ് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. അതിന് 15 തൊട്ട് 18 വരെയുള്ള മന്ത്രങ്ങളിൽ പറയുന്നത്. അൾട്ടിമേറ്റ് ആ ഭക്തൻ ആ പൊസിഷനിൽ എത്താണ്. ആദ്യം കാര്യം മനസ്സിലാവണം. ഈ ലോകം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകങ്ങളിൽ എവിടെ നിന്നാണ് ഈ ശ്ലോകം വന്നതെന്നും അത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ ആ ഭഗവാൻ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ അത് തെറ്റും ശരിയും ഭഗവാനെ മനസ്സിലാക്കുന്നതിന് തെറ്റായ രീതിയിൽ ഭഗവാനെ മനസ്സിലാക്കാം, ശരിയായ രീതിയിൽ മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാനെ ഉപാസനിക്കണം. നമ്മളെ ഭഗവാനെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഉപാസന ചെയ്യണം. അത് തന്നെ നമുക്ക് തെറ്റും ശരിയിലൂടെയും പോവാം. തെറ്റായിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കിട്ടില്ല. അപ്പൊ തെറ്റേത് ശരിയത് ഉപാസനത്തിൽ തന്നെ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയണം. പിന്നെ എന്താണ് ഭഗവാനോട് ലാസ്റ്റ് വെളിപ്പെടുത്താണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അപ്പൊ ഭഗവാനെ അങ്ങയുടെ ശ്യാമസുന്ദര രൂപം എനിക്ക് കാണിച്ചു തരണം, അതിന്റെ ചുറ്റുമുള്ള പ്രഭാവം ഒക്കെ മാറ്റിയിട്ട് എനിക്ക് കാണിച്ചു തരണമെന്ന് ഒരു ഭക്തൻ ഭഗവാനോട് പ്രാർത്ഥിക്കണാണ് 18 തൊട്ട് 18 വരെ ഉള്ളത്. അപ്പൊ ഒരു ക്രമമാണ് പറഞ്ഞത്. ഈശ്വരൻ എന്താണെന്നും ഈശ്വരന്റെ ശക്തി എന്താണെന്നും ഈശ്വരനെ എങ്ങനെ ഉപാസിക്കേണ്ടത് എന്താണെന്നും തെറ്റായ ഉപാസന പാടില്ല എന്നും അങ്ങനെ നമ്മൾ ശരിയായി ഉപാസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ മുന്നിൽ നമുക്ക് പ്രത്യക്ഷമാകുന്നു. ആ പ്രത്യക്ഷമാകുന്ന സമയത്ത് തന്നെ ആ ഭഗവാൻ സാക്ഷാത്കാരമാണ് ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുള്ള രീതിയിലാണ് ഈ മന്ത്രങ്ങൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ഈ മന്ത്രത്തിൽ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈശാവാസ്യമിദം സർവം യത്കിം ജഗദാം ജഗദേ തേന ദിക്തേന ഭുഞ്ജീത മാകൃത കസ്യ സിദ്ധനം. അതിൽ പറയുന്നത് വിവർത്തനം പറയുന്നത് പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഈശ്വരന്റെ ഉടമസ്ഥയിലുള്ളതും ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെട്ടതുമാകുന്നു. അതുകൊണ്ട് ഒരുവൻ തനിക്ക് നീക്കപ്പെട്ടവ അർഹതമായ വസ്തുക്കൾ മാത്രം സ്വീകരിക്കുക, മറ്റുള്ളവരുടെ ധനം ആശ്രയിക്കരുത്.
അപ്പൊ എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ സൃഷ്ടിയിലുള്ളതാണ്. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ഭഗവാനാണ്. എല്ലാതും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. എല്ലാവർക്കും ഭഗവാൻ നീക്കി വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. അത് മാത്രം നമുക്ക് അർഹമായിട്ടുള്ള വസ്തുക്കൾ മാത്രം സ്വീകരിക്കുക. മറ്റുള്ളവരുടെ ധനം, മറ്റുള്ളവർ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത് ആശ്രയിക്കരുത് എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്, മന്ത്രത്തിൽ പറയുന്നത്. സോറി. അപ്പൊ ആരാ വായിക്കുന്ന വെച്ചാൽ ഒരാൾ വായിച്ചോളൂ. ഈശാവാസ്യമിദം സർവം യത്കിം ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ജീധാ മാ ഗൃധ കസ്യചിത് ധനം. ഈശാവാസ്യമിദം സർവം ജഗത്യാം ജഗത്തേന പുഞ്ചിത മാ ഗാഥ കസ്യചിത് ജഗത്യാം ജഗത് ഈശാവാസ്യമിദം സർവം യത്കിഞ്ചം ജഗത്യാം ജഗത് തേന ത്യക്തേന പുച്ഛിത്യാ മാ ഗൃധാ കസ്യചിത് ധനം. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ജീവ മാ ഗൃധാ കസ്യചിത് ധനം. സർവം യത്കിം ച ജഗത്യാം ജഗത് തേന ത്യക്തേന പുഞ്ജീതാ മാ ധൃതാ കസ്യചിത് ധനം. ഈശാവാസ്യമിദം സർവം യത്കിം ച ജഗത്യാം ജഗത് തേന ത്വക്തേന ഭുഞ്ജീത മാ ഗൃധ കസ്യചിത് ധനം. ഹരേ കൃഷ്ണ. ശരി ശരി, എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ആ മന്ത്രം എന്താ പറയുന്നത്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പറഞ്ഞത്, എല്ലാതും ഈശ്വരന്റെ, പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഈശ്വരന്റെ ഉടമസ്ഥയിലുള്ളതും. അപ്പൊ നമ്മളെ കൺട്രോളർ ഭഗവാനാണ്. ഭഗവാന്റെ കാര്യം ഒന്ന് മ്യൂട്ട് ചെയ്യാ രേഷ്മ, ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. ഓക്കെ. അപ്പൊ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഈശ്വരന്റെ ഉടമസ്ഥയിലുള്ളതും ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. അതുകൊണ്ട് ഒരുവൻ തനിക്കാൻ നീക്കപ്പെട്ടവ അർഹമായ വസ്തുവകകൾ മാത്രം സ്വീകരിക്കുക, മറ്റുള്ളവരുടെ ധനം ആശിക്കരുത്. അപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് ഭഗവാനെ പറ്റി, ഭഗവാനാണ് എല്ലാ ചരാചരങ്ങളുടെയും നിയന്താവ്, ഉടമസ്ഥൻ ഭഗവാനാണ്. എല്ലാതും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ അറിയാം എന്താ ആർക്ക് എത്ര കൊടുക്കണമെന്ന്. നമ്മൾ അതിൽ കൈകടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അർഹമായിട്ടുള്ള വസ്തുക്കളായിരിക്കും ഭഗവാൻ നമുക്ക് തരുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അതിൽ കൂടുതൽ നമ്മളൊന്നും ആശിക്കരുത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളെ പ്രശ്നത്തിന്റെ മുകളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതായത് വേറൊരു സിംഹത്തിനുണ്ടെങ്കിൽ അത് മാംസമാണ്, അത് ഭഗവാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ് അല്ലെ. പശു ഉണ്ടെങ്കിൽ പുല്ലാണ്, നമുക്കുണ്ടെങ്കിൽ വെജിറ്റേറിയൻസ് ആണ്. ഇതിങ്ങനെ ഒരേ നിയമിച്ചിട്ടുണ്ട്. അത് നമ്മളേത് ഭക്ഷണമാണെങ്കിലും സമൂഹമാണെങ്കിലും എല്ലാത്തിനും നിയമത്തിനനുസരിച്ച് എല്ലാതും ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ചെന്ന് നമ്മൾ ഇടപെടരുത്. നമുക്ക് കിട്ടുന്ന ഉപദേശം അതാണ്. അനാവശ്യമായിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാണ്ട് നമുക്ക് അർഹിച്ചത് മാത്രമേ, അർത്ഥധർമ്മ കാമ മോക്ഷ ആ കൺസെപ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് കാമം വേണം, അർത്ഥവും വേണം. അത് ധർമ്മത്തിനനുസരിച്ചിലായിരിക്കും. എവിടേക്കാണ് പോകേണ്ടത്? നമുക്ക് മോക്ഷത്തിലേക്കാണ് പോകേണ്ടത്. അതാണ് കൺസെപ്റ്റ്. അത് തന്നെയാണ് എല്ലാതും നിയന്ത്രിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അത് ചെന്ന് ആകെ പ്രശ്നങ്ങളാക്കരുത്. അതാണ് പറയുന്നത്. അപ്പൊ പ്രശ്നങ്ങളാക്കി കഴിഞ്ഞാൽ എന്താണ്, ഭഗവാൻ എല്ലാത്തിനും ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഓരോ ഡ്യൂട്ടീസും ഓരോ ദേവന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. മഴ ഇന്ന സമയത്ത് പെയ്യണം, അഗ്നി ഇന്ന സമയത്ത് വരണം, കാറ്റ് ഇന്ന സമയത്ത് ചെയ്യണം, ഇന്നാൾക്ക് ഈ പണിഷ്മെന്റ് നിൽക്കണ യമദേവൻ, അങ്ങനെ ചിത്രഗുപ്തൻ, അങ്ങനെ ഓരോരുത്തർക്കും ഡ്യൂട്ടീസും കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളെ പോലുള്ള വ്യക്തി അതിൽ ചെന്ന് നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ഭഗവാൻ നേരിട്ടല്ല അതിൽ ഇടപെടുന്നത്. അതിന്റെ ദേവതകൾ നമ്മളെ ഡയറക്റ്റ് പിടിക്കും. വളരെ സിമ്പിളാ. അപ്പൊ എന്താണ്, അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. അതാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാനല്ല, ഭഗവാൻ എല്ലാവർക്കും ഒരേപോലെ, ഭഗവാന്റെ രീതിയിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. പക്ഷെ എന്താണ്, നമ്മൾ ഭൗതികതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിയമങ്ങൾ എപ്പോഴാ, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിയമങ്ങൾ ആവശ്യമാണ്. എന്നപോലെ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ സൃഷ്ടിച്ചത് ഭഗവാനാണ്. ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? ദേവതകളാണ്. അപ്പൊ ദേവതകള് അവര് പറഞ്ഞ കറക്റ്റ് റൂളാണ്. അവിടെ ഒരു കോംപ്രമൈസും ഇല്ല.
ഭഗവാന്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യും, ദേവന്മാരുടെ അടുത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. അത് ഭഗവാൻ അത്ര വിശ്വസ്തരായിട്ടുള്ളവരാണ് ആ ദേവന്മാര്. അപ്പൊ എന്താണ് അവര് കറക്റ്റ് ആയിട്ട്, അതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ നമ്മള് കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോ നമ്മള് മറ്റേ മുന്നില് ചിലപ്പോ ചിലവര് പറയും, അവൻ ഇത്രയും നാമം ജപിക്കുന്നുണ്ടല്ലോ, അവൻ ഇത്രയും ഭക്തിയാണല്ലോ, എന്നിട്ട് എന്താണ് അവൻ അങ്ങനെ വന്നത്, ഇവരൊന്നും ചെയ്യണില്ലല്ലോ, ഇവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. അതൊക്കെ നമ്മുടെ സാധാരണ ചിന്താഗതി നമ്മൾ പറയണതാണ്. ഇതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അറ്റ് എ ടൈമിലായിരിക്കും നമ്മളെ കർമ്മഫലങ്ങൾ അതിന്റെ സമയങ്ങൾ അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഒറ്റയടിക്കല്ല കിട്ടാം. അത് നമ്മൾ ഉപദേശാമൃത സിന്ധുവിൽ അത് കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാതെ. അപ്പൊ എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കുള്ളത് മാത്രം സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താണ്, രജോ തമോ ഗുണങ്ങളിൽ നിന്ന് സത്വഗുണത്തിലേക്ക് നമ്മൾ കടക്കാം. എന്നാലേ നമ്മൾ വിശുദ്ധ സത്വഗുണത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിലേക്കില്ലെങ്കിലും നമ്മൾ കടക്കണം. അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മറ്റുള്ള ധനം അതേപോലെ നമുക്ക് ആവശ്യമുള്ളത് അർഹിച്ച വസ്തുക്കൾ നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ രജഗുണങ്ങൾ ഉന്നയിക്കുന്ന ആസക്തിയാണ്, അല്ല എല്ലാതും എനിക്ക് വേണം എന്നുള്ളൊരു ആസക്തിയാണ്. ഭൗതിക ലോകത്തിലെ 99% ജനങ്ങള് ആസക്തി ഉള്ളവരാണ്, അല്ല എല്ലാവരും ആസക്തി ഉള്ളതാണ്, ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ പല രീതിയിലുള്ള ആസക്തി. അതാണ് ഈ രജോ ഗുണം എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് രജോ ഗുണമാണ്. കാരണം ആരെ സൃഷ്ടിച്ചിട്ടുള്ളത്? ബ്രഹ്മാവിന്റെ രജോ ഗുണത്തിലാണ്. തമഗുണം ആരാണ്? പരമശിവനാണ്. സത്വഗുണം ആരാണ്? മഹാവിഷ്ണുവാണ്. ഇങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ് തന്നെ വരുന്നത്. ഇപ്പൊ സൃഷ്ടി തന്നെ രജോ ഗുണത്തിലാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താണ്, പതുക്കെ നമ്മൾ സത്വഗുണത്തിലേക്ക് ഉയരണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വൈദിക ജ്ഞാനം കുറ്റമറ്റതാണ്. കാരണം അത് ശരിയായ ആത്മീയഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം വൈദിക ജ്ഞാനം എന്ന് പറഞ്ഞത് അതൊരു ശിക്ഷ, അതായത് ഭഗവാൻ കൊടുത്ത സാധനം അതേപോലെ തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. അതിൽ കൂട്ടലും കിഴിക്കലിന്റെ ആവശ്യമില്ല. അതിനൊരു ഉദാഹരണം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തുമേലും നമുക്കൊരു മാവുമേലും മാങ്ങ ഉണ്ടാവും അല്ലെ. ഈ മാങ്ങ എന്താണ്, വെറുതെ താഴ്ത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അല്ലെ, കേടായി പോകും. അതെന്താണ്, ഒരു മുകളിൽ നിന്ന് ഒരാൾ പിടിച്ച് താഴ്ത്തിക്ക് കൊണ്ടുവന്നില്ല, അതേ പൊസിഷനിൽ തന്നെ മാങ്ങ ലാസ്റ്റ് എത്തുന്ന ആൾക്ക് കിട്ടും. ഇത് തന്നെയാണ് പരമ്പര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ശിഷ്യ പരമ്പര എന്ന് പറഞ്ഞത് എന്താണ്, ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളത്. ഭഗവാൻ ആർക്കാണ് ജ്ഞാനം കൊടുത്തിട്ടുള്ളത്? വേദജ്ഞാനം കൊടുത്തിട്ടുള്ളത് ബ്രഹ്മാവിനാണ് അല്ലെ. അപ്പൊ ബ്രഹ്മാവിൽ കൂടി പിന്നെ താഴത്തേക്ക് അങ്ങനെയാണ് ആ ജ്ഞാനം ഇറങ്ങി വരുന്നത്. ഒരു ശിഷ്യ പരമ്പരയിൽ കൂടെ എല്ലാവർക്കും അത് എത്തണം. അപ്പൊ കറക്റ്റ് ആയിരിക്കും. അപ്പൊ വൈദിക ജ്ഞാനത്തിന് തെറ്റുണ്ടാവില്ല. അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കലാണ് പ്രശ്നം. അപ്പൊ വൈദിക ജ്ഞാനത്തെ പരമ്പരയിലുള്ള വ്യക്തികളിൽ തെറ്റ് പറ്റില്ല. അവര് ആ ശിഷ്യ പരമ്പര സ്വീകരിച്ചു. അങ്ങനെ തെറ്റ് പറ്റുന്നവർ, ഇന്നലെ ആരും ചോദിച്ചു അല്ലെ, എന്താണ് ഇതിലാണ് ചോദിച്ചെന്ന് അറിയില്ല, ഗുരുവിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന്. ഗുരുവിനെ തീർച്ചയായിട്ടും നമ്മൊരു ഗുരുവിനെ സ്വീകരിച്ച് ആ ഗുരുവിനെ നമുക്ക് തെറ്റിക്കാം. കാരണം ഗുരു അതേപോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഗുരുവിനെ നമുക്ക് ഉപേക്ഷിക്കാം. വളരെ സിമ്പിളാണ്. കാരണം ആത്മീയായ സമ്പ്രദായത്തിന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗുരു നമുക്ക് പറയാൻ പറ്റില്ല. ഗുരുവിന്റെ ഡെഫിനേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ കറക്റ്റ് റൂൾസ് ഉണ്ട്. ഇന്ന പോലെ ആയിരിക്കണം ഗുരു എന്ന് കറക്റ്റ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. അത് പാലിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഗുരുവിനെ ഉപേക്ഷിക്കാം. അതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വൈദിക ജ്ഞാനം ഭഗവാനാൽ അരുൾ ചെയ്യപ്പെട്ടതിനാൽ അതിന്റെ ഉറവിടം അപൗരുഷമത്രേ. അപൗരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയിൽ നിന്നല്ല വൈദിക ജ്ഞാനം വന്നിട്ടുള്ളത്. എവിടെന്നാ വന്നിട്ടുള്ളത്? ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ നോളജ് ഉള്ള വ്യക്തികള് അവർക്ക് തെറ്റുപറ്റില്ല അല്ലെ. സാധാരണ രീതിയിൽ ഭൗതികമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാലും ഇത് തന്നെയാണ്. അപ്പൊ വൈദിക ജ്ഞാനം എവിടെന്നാ വന്നിട്ടുള്ളത്? ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് തെറ്റുപറ്റുകയില്ല. അതിന് നമ്മൾ ശ്രുതി നമ്മൾ പറഞ്ഞതെന്നല്ല, കാരണം അത് തെറ്റുപറ്റാത്തതാണ്. നമ്മളത് എക്സാമ്പിൾ പറയുകയും ചെയ്തു അല്ലെ. അപ്പൊ ഞാൻ മനുഷ്യനാണ്, ഞാൻ മനുഷ്യൻ എന്നുള്ള സത്യമാണ്, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് വേദങ്ങള്. പിന്നെ അതിന് ആരെന്ത് പറഞ്ഞാലും നമ്മൾ രൂപത്തിനെ പറ്റി ഇരുന്ന് വർണ്ണിക്കാന്നല്ലാതെ അത് സത്യമാണ്. അതാണ് പുരാണങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പുരാണം നമ്മുടെ ശരീരത്തിനെ പറ്റി വർണ്ണിക്കുന്നത്. പക്ഷെ സത്യം ഏതാണ്? അത് ശ്രുതിയാണ്. അത് നമ്മളത് പറഞ്ഞു. ഇപ്പൊ ഞാനത് പറയുകയും ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം അല്ലെ, നമുക്ക് ഗുരുത്വാകർഷണം ഉണ്ട്, അത് സത്യമാണ്. അത് നമുക്ക് പല രീതിയിൽ പറയാം. ഒന്നില്ലെങ്കിൽ ആപ്പിൾ ഇട്ട് താഴെ വീണാലും പറയാം, അല്ലെങ്കിൽ പേരയ്ക്ക് വീണാലും നമുക്ക് പറയാം എന്ന് പറയുന്ന പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അതൊക്കെ സപ്പോർട്ടിങ് ആണ്. പക്ഷെ സത്യം എന്താണ്? അത് ശ്രുതിയാണ്, അത് വേദമാണ്, അത് തെറ്റുണ്ടാവില്ല. അത് കാരണം അത് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിനെ തിരുത്തേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഇന്നലെ ചാണകത്തിന്റെ ഒക്കെ ഉദാഹരണം പറഞ്ഞത്. ഭൗതിക ലോകത്തിലെ ജീവസത്തകൾക്ക് 4 തരം ന്യൂനതകളുണ്ട്. ഇതിലൊന്നുകൂടെ റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പൊ കാരണം എന്താ വെച്ചാൽ നമ്മളത് ഇന്നലെ മിനനാൾ പറഞ്ഞാണ്.
അതാണ് സാധാരണ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ജീവസത്തകൾക്ക് 4 ന്യൂനതകൾ ഉണ്ടാണെന്ന് പറയുന്നത്. അയാൾക്ക് തെറ്റുപറ്റുന്നു, അയാൾക്ക് മായക വംശവദനാണ്, മറ്റുള്ളവർ വഞ്ചിക്കാനുള്ള പ്രവണതയുണ്ട്, അയാൾക്കുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. ഇത് നമുക്ക് സംഭവിച്ചിരിക്കും. നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തെറ്റുപറ്റിയിരിക്കും. പുരാണങ്ങളിലുള്ള വലിയ വലിയ ആചാര്യന്മാർക്ക് തെറ്റുപറ്റണം. അപ്പൊ നമ്മളെപ്പോലുള്ള അത്തരം ഒട്ടുമുയരാത്ത പതിതമായ ആത്മാക്കളുടെ സ്ഥിതി നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്കൊക്കെ തെറ്റുപറ്റിയിരിക്കും. നമുക്ക് മായയിലും നമ്മൾ എന്താണ് വംശവദനാണ്, അതേപോലെ തന്നെ വംശവദനാണ്, പിന്നെ മറ്റുള്ളവർ വഞ്ചിക്കാനുള്ള പ്രവണതയും നമുക്കുണ്ട്, അയാളുടെ ഇന്ദ്രിയങ്ങളും അപൂർണമാണ്. നമുക്ക് കാണുന്നതല്ല ശരി. ഈ 4 ന്യൂനതകളിൽ പരിമിതമാക്കപ്പെടുന്നത് കൊണ്ട് ആ ജീവസത്തയ്ക്ക് പരിപൂർണമായ അറിവ് നൽകാൻ കഴിയില്ല. അപ്പൊ നമുക്ക് നമ്മ പരിപൂർണനല്ല ശരിക്കും, അല്ലെ? നമുക്ക് ഇങ്ങനത്തെ കുറെ ന്യൂനതകൾ ഭൗതിക ലോകത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മൾ പിടികൂടും. അപ്പൊ നമുക്ക് എത്ര കൊടുത്താലും നമ്മൾ ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിക്കണ പോലെയാണ്, കുറെ നമ്മളിന്ന് പോകും. മനസ്സിലായി? അതിന് പറഞ്ഞത് അത് പരിപൂർണ അറിവ് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് നമുക്ക് ആ പരിപൂർണ അവസ്ഥയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും ന്യൂനതകള് നമ്മളിലുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് പതിതമായ ആത്മാക്കൾ എന്ന് പറഞ്ഞതിന്റെ മെയിൻ കാരണം അതാണ്. കലിയുഗം എന്ന് പറഞ്ഞത് അതാണ്. കലിയുഗത്തില് അതെന്ന് പറഞ്ഞ കലിയുഗത്തിന്റെ പ്ലസ് പോയിന്റും ഉണ്ട്. അത് കാരണമുണ്ട്. കലിയുഗത്തിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ആത്മീയത കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് എന്താണ് ഒരു ഭഗവതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യാണം സഹസ്രേഷു കച്ചിത്തേതി സിദ്ധയെ യഥതമാപി സിദ്ധാനം കച്ചിന്മാം വേദി തത്തതഃ. ആയിരക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ ഒരാൾ പൂർണ്ണതയിൽ നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണ നേടിയവരിൽ ഒന്നിലേർപ്പാർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് ഭഗവാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് തന്നെ. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. കലിയുഗത്തില് ഭഗവാന്റെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ 1000-ൽ ഒരാൾ പേരായിരിക്കും. അതിനും അതിന്റെ ഏറ്റവും വലിയ ബാക്കിയുള്ള ഇപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ജനറൽ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഭക്തി ആഗ്രഹിക്കുന്നവർ വളരെയധികം കുറവായിരിക്കും, അല്ലെ? ബാക്കിയുള്ളവർ 99% ആൾക്കാർ എന്താണ് വേറെയുള്ള ഭൗതിക കാര്യങ്ങൾ ആർജിക്കാനും അതിനു വേണ്ടി സമയം കണ്ടെത്താനും അതിന് എന്റർടൈൻമെന്റ് കാര്യങ്ങൾ അതായിരിക്കും, അല്ലെ? അപ്പൊ ഭക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ തന്നെ വളരെ കുറവാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കണം. അതിന് കലിയുഗത്തിന്റെ പ്രത്യേകത. അതിൽ നിന്ന് തന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുന്നത്. പക്ഷെ കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മളെ അതായത് ബാക്കിയുള്ള യുഗങ്ങളെ വെച്ച് നോക്കുമ്പോ കലിയുഗം വളരെ പെർഫെക്റ്റ് ആണ്. എന്തുകൊണ്ട്? കലിയുഗത്തിൽ കുറച്ച് ചെയ്താൽ മതി. കാരണം അത് ചെയ്യാൻ തന്നെ കഴിയില്ല. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം സ്പീഡാണ്. അതാണ് കലിയുഗത്തിന്റെ ഇമ്പോർട്ടൻസ്. അത് ദേവന്മാര് പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം ബുദ്ധിമുട്ടാണ് അവർക്ക് ഉന്നതമായ ലോകങ്ങളിലേക്ക് കിടക്കുന്നത്. അത്തരം അവർ വർക്ക് ചെയ്യണം. പക്ഷെ കലിയുഗത്തിലെ ജനങ്ങളോ കുറച്ച് ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്യാനടക്കം അവർ തയ്യാറായിരിക്കില്ല എന്ന് പറയുന്നത്. അതാണ് ഈ ശ്ലോകം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. വേദങ്ങളുടെ തുടക്കത്തിൽ ഭഗവാനിൽ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ഭഗവാൻ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ നൽകപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ഹൃദയം എന്ന് പറഞ്ഞതെന്ന് പറയാം, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ വേദങ്ങൾ എന്ന് പറഞ്ഞത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ഭഗവാൻ എപ്പോഴും എന്താ പറയുക, നോളജ് ആ കറക്റ്റ് ഭക്തന് അല്ലെങ്കിൽ അത് അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അറിവ് കൊടുക്കുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് അത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാലേ ഭഗവാനിലേക്ക് ഭഗവാനെ കിട്ടുള്ളൂ, ആ അറിവ് നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ഭഗവാൻ ആർക്ക് കൊടുത്തത്? ബ്രഹ്മദേവനാ കൊടുത്തത്. ബ്രഹ്മദേവൻ എവിടെ കൊടുത്തത്? ഹൃദയത്തിൽ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഏതിന്? വേദങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തെ സൃഷ്ടി എന്ന നിലയിൽ ബ്രഹ്മാവ് പ്രസ്തുത അറിവ് സ്വന്തം പുത്രന്മാർക്കും ശിഷ്യന്മാർക്കും പകർന്നു കൊടുത്തു. അവരാവട്ടെ പിൻതലമുറയിലേക്ക് കൈമാറി. അപ്പൊ അത് തന്നെ ആദ്യം ബ്രഹ്മാവിൽ നിന്ന് പിന്നെ എല്ലാം സൃഷ്ടികൾ വരുന്നത്. പിന്നെ ബ്രഹ്മാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പതുക്കെ എല്ലാവർക്കും അത് തലമുറയ്ക്ക് അത് കൈമാറി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈശ്വരൻ പരിപൂർണനാകയാൽ അഥവാ അന്യൂനകനാകയാൽ അവിടത്തെ നിയന്ത്രണത്തിൽ കീഴിലുള്ള ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വംശമതനാകാനുള്ള സാധ്യതയില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാൻ നിറയെ ത്രിഗുണങ്ങൾക്ക് അല്ലെ ഭൗതിക ലോകത്തിന്റെ അതീതനാണ്. ഭഗവാനാണ് ഈ ലോകം സൃഷ്ടിച്ചത്. അപ്പൊ ഭഗവാൻ ഒരിക്കലും എന്താണ് ഈ ലോകത്തിന്റെ നിയമങ്ങൾക്ക് ബാധകമല്ല. അതാണ് ഭഗവാൻ ഒരിക്കലും ഈ ഭൗതിക നിയമത്തിന്റെ ബാധകമല്ല. അതുകൊണ്ടാണ് ഭഗവാന് ഭൗതിക ശരീരം ഇല്ല എന്ന് പറയുന്നത്. ഭഗവാന്റെ ശരീരം ആത്മീയമായിട്ടുള്ള ശരീരം. നമുക്ക് ആത്മാവുണ്ടോ? ആ ആത്മാവ് തന്നെയാണ് ഭഗവാന്റെ ശരീരം. അപ്പൊ അതിന് മനസ്സിലായി. അപ്പൊ ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞത് ആത്മീയത തന്നെയാണ്.
അപ്പൊ പക്ഷെ എന്താണ്, ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള രൂപവുമാണ്, ശ്യാമസുന്ദര രൂപം തന്നെയാണ്. പക്ഷെ ആ ശരീരം നിർമ്മിച്ചു കൊണ്ടുള്ളത് ഭൗതിക പദാർത്ഥങ്ങൾ കൊണ്ടല്ല, പഞ്ചഭൂതങ്ങൾ കൊണ്ടതല്ല. അതാണ് നമുക്ക് ഭഗവാനെ നമ്മളെ പഞ്ചഭൂതം ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റാത്തത്. അവിടുത്തെ നിയമം വേറെ, ഇവിടുത്തെ നിയമം വേറെ. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവവും പ്രകൃതി നിയമങ്ങളാലും അന്തിമമായി ഈശ്വര ശക്തിയിലായും നിയന്ത്രിതമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? പ്രകൃതി നിയമങ്ങൾ കൊണ്ടാണ് ആര് ജീവനുമുള്ളതും ജീവനുമില്ലാത്ത എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. പ്രകൃതിയിൽ ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ആ പ്രകൃതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് ഈശ്വരനാണ്. ഒരു സെക്കൻഡ് മ്യൂട്ട് ചെയ്തോട്ടെ. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ്വതും പ്രകൃതി നിയമങ്ങളാലും അന്തിമമായി ഈശ്വര ശക്തിയിലുമാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പൊ ഭഗവാനിൽ എങ്ങനെ ചെയ്യുന്നത്? ഭഗവാനിലാണ് അവസാന നിയന്ത്രണം എല്ലാതും ഭഗവാനിലാണ്. പിന്നെ ഈശാവാസുപനിഷത്ത് പറഞ്ഞാണ്, ഈശാവാസുപനിഷത്ത് യജുർവേദത്തിന്റെ ഭാഗമാണ്. തൽഫലമായി പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന സകല വസ്തുക്കളുടെ ഉടമസ്ഥയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈശാവാസുപനിഷത്തിലാണ് നമ്മളെല്ലാതും ഭഗവാൻ എന്താണെന്ന് പ്രപഞ്ചം എന്താണെന്നൊക്കെ പറഞ്ഞു തരാണല്ലോ നമുക്ക്. അതാണ് അപ്പൊ അതിന്റെ പറയുന്നത്. പിന്നെ 2 തരം ശക്തികളുണ്ട് ഭഗവാനെ സംബന്ധിച്ച്. 2 തരം ശക്തികളുണ്ട്. അത് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. കാരണം പരാശക്തി അപരാശക്തി എന്ന് പറഞ്ഞത് ഭഗവത്ഗീത ശ്ലോകം തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഭൂമി രാപാനലോ വായോഗം മനോബുദ്ധിരേവ ജാഹങ്കാരി ദീയമേ ഭിന്ന പ്രകൃതി രഷ്ടത. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യ എന്നിങ്ങനെ 8 എണ്ണം അടങ്ങിയതാണ് അപരാശക്തി. അപരാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകം. അതെന്താണ്? അതിൽ വരുന്നതാണ് ഈ പഞ്ചഭൂതവും പ്ലസ് സൂക്ഷ്മവും. അതായത് വരുന്നത് ബുദ്ധി, അഹങ്കാരം, പിന്നെ മനസ്സും. അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. മിഥ്യാഹങ്കാരം, മനസ്സ്, ബുദ്ധി. ഇങ്ങനെ 8 എണ്ണം അടങ്ങിയതാണ് ഭഗവാന്റെ അപരാശക്തി അല്ലെങ്കിൽ ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞത്. അപ്പൊ 2 ശക്തികളാണ്, ഒന്ന് അപരാശക്തിയും ഒന്ന് പരാശക്തിയും. പരാശക്തി എന്ന് പറയുമ്പോൾ അതാണ് ജീവസത്തകൾ, നമ്മുടെ ആത്മാവ്, അതൊക്കെ പരാശക്തിയിലാണ് വരുന്നത്. ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണ് ജീവശക്തികൾ. ഉത്കൃഷ്ട ശക്തി പരാപ്രകൃതി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ 2 തരം ശക്തികൾ, ഒന്ന് അപരാശക്തി, ഒന്ന് പരാശക്തി. പരാശക്തിയിൽ വരുന്നതാണ് നമ്മള്, അപരാശക്തിയിൽ വരുന്നതാണ് പഞ്ചഭൂതവും ബാക്കിയുള്ള 3 മൂലകങ്ങൾ, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോ ജീവൻ വെടിയുന്ന സമയത്തും എന്താ വെച്ചാൽ പഞ്ചഭൂതങ്ങൾ നശിച്ചു പോവും. മനസ്സ് എന്ന് പറയുന്നത് വായു, ജലം, ആകാശം, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതൊക്കെ നശിച്ചു പോകും അല്ലെ? അപ്പം സ്ഥൂല ശരീരം നശിച്ചു പോകണം. പിന്നുള്ളതാണ് സൂക്ഷ്മ ശരീരവും. ആ സൂക്ഷ്മ ശരീരവും ഭൗതിക പ്രകൃതിയുടെ ഭാഗം തന്നെയാണത്. അത് ആത്മീയതയല്ല. അതാണ് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആത്മാവ് വരുന്നത്. അതാണ്. അപ്പൊ ആ ആത്മാവാണ് പരാശക്തി, പരാപ്രകൃതി എന്നത്. അത് ജീവശക്തിയാണ്. അത് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയിലാണ്. മറ്റേതോ അത് അധമ പ്രകൃതി അല്ലെങ്കിൽ അപരാപ്രകൃതി എന്ന് പറയും. അതാണ് അപ്പൊ 2 തരം ശക്തികൾ, പരാപ്രകൃതി, അപരാപ്രകൃതി. പരാപ്രകൃതി എന്ന് പറയുമ്പോ ഉത്കൃഷ്ടം, നമ്മളെ ജീവാത്മാക്കള്. അപര എന്ന് പറയുമ്പോൾ അത് ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ശക്തികളിലും ഭഗവാനിൽ നിന്ന് ഉത്ഭവമാകുന്നു. ഭഗവാനിൽ നിന്നാണ് ഈ 2 ശക്തികളും വരുന്നത്. അപരാപ്രകൃതിയുടേതോ അല്ലാത്തതായി പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. ആകെ സർവ്വതിന്റെ ഉടമസ്ഥൻ ഭഗവാനാണ്. അപ്പൊ ഈ പ്രകൃതി എന്ന് പറയുമ്പോ അപരാപ്രകൃതിയിലാണ് ഇതെല്ലാതും നിലനിൽക്കുന്നത്. ഭഗവാന്റെ 2 ശക്തി എടുത്തതിന് ഭഗവാൻ എന്ന് 2 ശക്തികൾ വരുന്നു. അതിൽ ഒരു ശക്തിയാണ് ഭൗതിക പ്രകൃതി, ഒരു ശക്തിയാണ് ജീവാത്മാക്കള്. അപ്പൊ അജീവാത്മാക്കള്. അപ്പൊ എന്താണ്? ഈ ഭൗതിക പ്രകൃതിയിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഈ കാണുന്ന നമുക്ക് പ്രത്യക്ഷ പ്രപഞ്ചം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രപഞ്ചം മുഴുവനും ആരെ കൺട്രോളിലാണ്? ഭഗവാന്റെ അപരാപ്രകൃതിയുടെ കൺട്രോളിലാണ്. പരാപ്രകൃതി എന്ന് പറയുമ്പോ ജീവാത്മാക്കള്. പരോത്മത സത്ത, നിരപേക്ഷ സത്ത, നിരപേക്ഷ വ്യക്തിഭാവമായ ദൈവതം ഒരു പരിപൂർണ വ്യക്തിയാണ്. അപ്പൊ എന്നാൽ നമ്മൾ പല രീതിയിലും ഭഗവാനെ കാണാം. നിരപേക്ഷ സത്യമായിട്ടും, നിരപേക്ഷ വ്യക്തിഭാവമായ ദൈവതമായിട്ടും, പരമോന്നത സത്യമായിട്ടും, എന്ത് തന്നെയായാലും അത് പരിപൂർണ വ്യക്തിയാണ്.
അഗ്നിയും ചൂടിന്റെയും പ്രകാശത്തിന്റെ രൂപത്തിൽ ഊർജത്തെ വിതരണം ചെയ്യുന്നത് പോലെ ഈശ്വരൻ അവിടുത്തെ ശക്തികളെ വ്യത്യസ്ത രീതിയിൽ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ നമുക്കറിയാം അഗ്നി, ചൂട്, പ്രകാശം ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്ന് തന്നെയാണ് അല്ലെ. നോക്കിക്കഴിഞ്ഞാല് അഗ്നി തന്നെയാണ് ചൂട് വരാൻ കാരണം, അഗ്നി നിന്നാണ് ചൂട് വരാൻ, അതിൽ തന്നെയാണ് പ്രകാശം വരും. ഇതേപോലെയാണ് ഈശ്വരൻ തന്റെ ശക്തികളെ പല രീതിയിലും പുറപ്പെടുവിക്കുന്നത്. അഗ്നി എടുത്തുണ്ടായി കഴിഞ്ഞാൽ ചൂടുണ്ടാവും, പ്രകാശം ഉണ്ടാവും. അതാണ് ഭഗവാനിൽ നിന്നാണ് എല്ലാ ശക്തി. അപ്പൊ ചൂട് തന്നെയാണ് അഗ്നി അല്ല, ആ ചൂട് തന്നെയാണ് അല്ല പ്രകാശം അല്ല, ഇത് രണ്ടും തന്നെ. പക്ഷെ അല്ലാതെ ഒന്ന് തന്നെയാണ്, അല്ലാതെ ഒന്ന് തന്നെയാണ്. എവിടെ നിന്നാ വരുന്നത്? അത് അഗ്നി നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ ഈശ്വരൻ നിന്നാണ് ഈ രണ്ട് ശക്തികളും വരുന്നത്. അവിടെ നിന്ന് അചിന്ത്യമായ ഐശ്വര്യം, കീർത്തി, ശക്തി, സൗന്ദര്യം, ജ്ഞാനം, വിരക്തി എന്നിവയാൽ പരിപൂർണനാണ്. അപ്പൊ ഭഗവാനെ പറ്റി പറഞ്ഞാണ്, ഭഗവാൻ എന്താണ്? അചിന്യം, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് ഭഗവാൻ. അത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഐശ്വര്യം, കീർത്തി, ശക്തി, സൗന്ദര്യം, ജ്ഞാനം, വിരക്തി, ഈ 6 ഗുണങ്ങളുള്ളതാണ് ഭഗവാൻ. ഷട്ട് ഐശ്വര്യങ്ങൾ, 6 ഐശ്വര്യങ്ങൾ എന്ന് പറയും. 6 ഗുണങ്ങൾ ഭഗവാന്റെ. ഐശ്വര്യം എന്ന് പറഞ്ഞ് ഇതിന്റെ ഈ ഭഗവാനിൽ കൂടുതലുള്ള ഐശ്വര്യം ഇല്ല. കീർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കീർത്തി ഇല്ല. ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ശക്തി ഇല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സൗന്ദര്യം ഇല്ല. അതാണ് ഭഗവാനെ മദന മോഹൻ എന്ന് പറഞ്ഞ, കാമദേവനെ പോലും ആകർഷിക്കുന്ന സൗന്ദര്യം. കാമദേവനാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള. അപ്പൊ ആ സൗന്ദര്യത്തെ പോലും ആകർഷിക്കുന്നവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതാണ് സൗന്ദര്യത്തിന്റെ ആ ലെവല് പറഞ്ഞത്. അതുപോലെ ജ്ഞാനം, വിരക്തി എന്നിവയാൽ പരിപൂർണനാണ്. ഈശ്വരനാണ് എല്ലാ വസ്തുക്കളുടെയും എന്ന് പറയാനുള്ള ബുദ്ധിശക്തി ഒരുവൻ ഉണ്ടായിരിക്കണം. എല്ലാ വസ്തുക്കളുടെയും എന്ന നിയന്താവേ ആരാണ്? ഭഗവാൻ. ആ ബുദ്ധിശക്തി നമുക്ക് ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇല്ലാതെ നമ്മളില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ പെട്ടെന്ന് ഭൗതിക സയൻസ് പറയുന്ന പോലെ പെട്ടെന്ന് എന്തിൽ നിന്ന് എന്തോ വന്നതല്ല, അതിനൊരു കാരണക്കാരനുണ്ട്. അവിടെ നിന്നാണ് ഇതെല്ലാതും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആ പൂർണ്ണമതം എന്ന് പറഞ്ഞത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ തുടക്കമില്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെയാണ് നമുക്ക് പല സെക്ഷനായിട്ട് തിരിച്ചു വരുന്നത്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, സയൻസ് എന്ന് പറയുമ്പോൾ അവർ ആത്മാവിനെ വിശ്വസിക്കുന്നില്ല, അവരെന്ന് വിശ്വസിക്കാൻ നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജിൽ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ അറിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സത്യമല്ല എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് എല്ലാ വസ്തുക്കളുടെയും ഈശ്വരനാണ് എല്ലാ വസ്തുക്കളുടെയും എന്നറിയാനുള്ള ബുദ്ധിശക്തി ഒരുവൻ ഉണ്ടായിരിക്കണം. ഒരുവൻ തനിക്ക് ഈശ്വരന് നീക്കി വെച്ചിട്ടുള്ള സ്വന്തം വിഹിതം മാത്രമേ സ്വീകരിക്കാവൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ്. അപ്പോൾ അത് പറഞ്ഞത് നമ്മള് പറയണതും അത് തന്നെയാണ്. സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്. സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ സാധ്യമായ ലെവലിലേക്ക് നമ്മൾ പോവാ. ഹൈ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആ ഭഗവാൻ സാക്ഷാത്കാരത്തെ പറ്റി നമ്മള് ചിന്തിച്ചു കൊണ്ടിരിക്കുക. അതാണ് ഒരുവൻ തനിക്ക്. അപ്പൊ എന്താ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉപയോഗിച്ച് ശീലിക്കുക. നമ്മളെ സിമ്പിളായിട്ട് നമ്മളെ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചാൽ മതി. നമുക്ക് എത്ര ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മളെ ചുറ്റുപാടിരിക്കുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ ഇതിന്റെ എല്ലാത്തിന്റെ പിറകിൽ കർമ്മങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മളെ മുന്നിലിരിക്കുന്ന പല വസ്തുക്കളും അതിന്റെ കർമ്മഫലങ്ങൾ നമ്മൾ ഏറ്റെടുക്കാണ്. അപ്പൊ ഒരു ചെറിയൊരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പിറകിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഓടി നടക്കുന്നത്. അതാണ് നമ്മൾ വലിയ ആചാര്യന്മാര് അവർ ഏറ്റവും സിമ്പിളായിട്ടാണ് ജീവിതം നയിക്കുക. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമുള്ളൂ. അതിൽ സിംപ്ലിസിറ്റിയിലേക്ക് വന്നാലേ മാത്രമേ അതൊരു ഭക്തൻ എന്ന് പറയുമ്പോ ഭക്തൻ എന്ന് പറയുമ്പോ ആ ലെവലിലേക്ക് ഉയരണം. അത് ബാക്കി എല്ലാതും ഭൗതികതയാണെന്ന് ഒരു ലെവൽ മനസ്സിലാവും. അവന് മാനോ അപമാനമോ കുടിലോ കുട്ടാരമോ അതുപോലെ തന്നെ പൊന്നോ കല്ലോ ഇതൊക്കെ ഒരേപോലെ ഫീലിങ്സ് വരും. അതാണ് പറഞ്ഞത്. അതാണ് ആ ലെവലിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകണം. അപ്പൊ അതിലാദ്യം തന്നെ ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം വന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സെക്കൻഡ് മ്യൂട്ട് ചെയ്തോട്ടെ. നമ്മൾ ഒരുവൻ തനിക്ക് ഈശ്വരൻ നീക്കി വെച്ചിട്ടുള്ള സ്വന്തം വിഹിതം മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. ഈശ്വരൻ നമുക്കായി ദയാ പുരസ്കാരം നീക്കി വെച്ചുള്ള വസ്തു കൊണ്ട് നാം സംതൃപ്തരാകേണ്ടതാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മളെ ഇതൊക്കെ പറയണത് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പതുക്കെ സാത്വികമായിട്ടുള്ള ലീവിലേക്ക്, സിമ്പിൾ ലിവിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അവിടേക്ക് കൊണ്ടുപോയാലോ നമ്മൾ ആ വിശുദ്ധ സത്വഗുണം കഴിഞ്ഞിട്ടാ ഭഗവാനിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പൊ എത്തിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ജീവിത ചക്രങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഭഗവതിയിലൊക്കെ പഠിച്ചാണത്. അപ്പൊ നമുക്ക് എന്താണ് നീക്കി വെച്ചിട്ടുള്ളത് അതിൽ നമ്മൾ സംതൃപ്തരാവണം.
കാരണം നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ, നമുക്ക് നല്ലൊരു സൗന്ദര്യം, ചിലർക്ക് സൗന്ദര്യമുള്ളവർക്ക് ചിലർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല, ഞാനുള്ളവർക്ക് സൗന്ദര്യമുള്ളവർക്ക് പണം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ വിചാരിച്ച പോലെയല്ല, നമ്മൾ ഭൗതിക പ്രകൃതി നമുക്ക് തരുന്നത്. ആ സത്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി. അപ്പൊ അതിനൊരു കാരണം ഉണ്ടാവും, മനസ്സിലായി? അതും ഭഗവാന്റെ നിശ്ചയമാണെന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുക. അപ്പൊ നമ്മൾ പതുക്കെ സിംപ്ലിസിറ്റിയിലേക്ക് പതുക്കെ പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞു ബ്രഹ്മചാരികളുടെ കാര്യം എന്ന് പറഞ്ഞതാണ്, അവര് വളരെ സിമ്പിൾ ലിവിങ് ആയിരിക്കും അല്ലെ, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. കാരണം അതെല്ലാത്തിന്റെ കർമ്മഫലങ്ങള് നമ്മൾ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. ജഡഭരതന്റെ കഥ അറിയാം അല്ലെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടിച്ചാടി നടക്കുകയാണ് ലാസ്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പ്രശ്നം? എല്ലാവിടെയും പ്രശ്നം, തൊടുന്നൊക്കെ പ്രശ്നമാണ്. സുഖദേവ ഗോസ്വാമി അതായത് ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റണില്ല, കാരണം ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം മായ പിടിക്കും. അത് എത്രയും പേടിയാണ്. അതാണ് ഭൗതികത എന്ന് പറഞ്ഞത്. അത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ശക്തി, അതായത് ദേവീഹേഷി ഗുണമയ മമമായ ദുരന്തയ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ മായ അതിജീവിക്കുക എന്ന് പറഞ്ഞത് ഈസി അല്ല എന്ന് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ പതുക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിന് ചതുരാശ്രമങ്ങളും ഇത് ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് വേദങ്ങളിൽ, അതൊക്കെ പറഞ്ഞാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മള് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് കൊണ്ടുവരാം. അപ്പൊ തന്നെ നമ്മളെ 50% പ്രോബ്ലം സോൾവ് ആവും. ഉദാഹരണത്തിന് ഒരു വീട് മണ്ണ്, മരം, ഇരുമ്പ്, സിമെന്റ് തുടങ്ങിയ പല വസ്തുക്കളും ചേർന്നാണ് നിർമ്മിക്കുന്നത്. നമുക്കറിയാം ഒരു വീട് ഉണ്ടാക്കുമ്പോൾ എന്താണ്, അതിന് മണ്ണ് വേണം, മരം വേണം, ഇരുമ്പ് വേണം, സിമെന്റ് ഇതൊക്കെ വേണം അല്ലെ? നമുക്ക് ആവശ്യമായതൊക്കെ സ്വന്തം പരിശ്രമത്തിൽ ആവശ്യമായ രൂപത്തിലേക്ക് മാറ്റി തീർക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമുക്ക് മണ്ണ് ഉണ്ടാക്കാൻ പറ്റൂല അല്ലെ, മരം ഉണ്ടാക്കാൻ പറ്റൂല, ഇരുമ്പ് ഉണ്ടാക്കാൻ പറ്റൂല. അതിനുള്ള സാധനം എന്താ ചെയ്യുന്നത്? നമ്മളെ വീട് നമ്മൾ ഉണ്ടാക്കണം. അത് എടുത്തിട്ടാണ് നമ്മൾ എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഇതെന്റെ വീടാണോ? അല്ല. അതാണ് ആ കാര്യം നമ്മളെ മനസ്സിലുണ്ടാവണം. ഭഗവാൻ തന്ന സാധനം നമ്മളൊന്ന് ഷേപ്പ് മാറ്റിയേ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് നാളെ അത് നശിച്ചു പോകുന്ന കാര്യമാണ്. നമ്മൾ പെർമനന്റ് ആയിട്ട് നമുക്കറിയാം, നമ്മളെ ഏയ്സ് നമ്മൾ 100 വർഷം മുന്നുമില്ല, 100 വർഷം ശേഷവും ഇല്ല. അപ്പൊ ഇത്രയും ബ്രഹ്മാവിന്റെ ആയുസൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയുണ്ട് നമുക്കറിയാം. അപ്പൊ നമ്മളെ ജീവിതം എത്രയുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അതൊരു ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി കുറച്ചെങ്കിലും നമ്മൾ ശ്രമിക്കുക. അതാണ് ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളെ ലിമിറ്റേഷൻസ് ആണ്. ഈ മണ്ണും മരമൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് എന്താണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പല രൂപത്തിലേ ആക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. അതാണ് നമ്മള് വേറെ രീതി പറയുമ്പോൾ പ്രപഞ്ചത്തിലെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ഉണ്ടായ ഒരു കാര്യം, അത് അത് വിടാൻ നോക്കാം. കൂടുതൽ പോയിന്റ് കഠിനാധ്വാനം വഴി രൂപവൽക്കരണം നടത്തിയിട്ടുള്ള ഒരു തൊഴിലാളിക്ക് അതുകൊണ്ട് മാത്രമേ ഒരു വസ്തുവിന്റെ ഉടമസ്ഥ അവകാശപ്പെടാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വളരെ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ തന്നെ, ഒരു വീട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി, ആ വീട് ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പൈസ ഉണ്ടാക്കാൻ നമുക്കറിയാം. പല രീതിയിലും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടായിരിക്കും ആ വ്യക്തിയെ ധനം ആർജിച്ചതും അതേപോലെ തന്നെ ആ വസ്തുക്കളൊക്കെ വാങ്ങിച്ചിട്ട് ആ വീട് ഉണ്ടാക്കിയിട്ടുള്ളതും അതിന് തൊഴിലാളികളൊക്കെ ചെയ്തിരുന്നു. അപ്പൊ നാളെ പറയുന്നത് ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് എന്ന് പറയുന്നത് അങ്ങനെ ഉടമസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ വ്യക്തിക്ക് എന്താണ്, ഈ മരം എന്ന് പറഞ്ഞ സാധനം ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഭഗവാനിൽ നിന്ന് തന്നിട്ടുള്ള സാധനത്തിന്റെ ഒരു ഷേപ്പ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ലിമിറ്റേഷൻസ് ഭഗവാൻ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ കമ്മ്യൂണിസത്തിനെ പറ്റി 2 തരം സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ ലോകം നടക്കുന്നത് ജനറൽ ആയിട്ട് പറയുന്നതാണ് കമ്മ്യൂണിസവും അതേപോലെ തന്നെ ക്യാപിറ്റലിസം അല്ലെ? ഇപ്പൊ നമ്മളെ രീതി നമുക്കറിയാം, റഷ്യ, അതായത് നമ്മളെ സോവിയറ്റ് യൂണിയൻ, പഴയ സോവിയറ്റ് യൂണിയൻ, പിന്നെ ഏതാണ് അമേരിക്ക, ക്യാപിറ്റലിസം അല്ലെ ജനറൽ ആയിട്ട് പറയുമ്പോൾ. അപ്പൊ ഇതാണ് ഈ ലോകത്തിനെ ജസ്റ്റ് ജനറൽ ആയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് പറയുന്നതാണ്. എല്ലാവരെയും ഒരേപോലെയാണെന്ന് വിചാരിക്കുന്നു കമ്മ്യൂണിസത്തിൽ. കഴിവുള്ളവർക്ക് അവർക്ക് അവസരം ലഭിക്കില്ല, പുരോഗമനം കുറവായിരിക്കും, ആളുകൾ ക്ഷാമം നേരിടേണ്ടി വരും, തൃപ്തിയില്ലാത്ത ജീവിതം നയിക്കേണ്ടി വരുന്നു. അപ്പൊ എല്ലാവരെയും ഒരേപോലെ എന്നുള്ള ചിന്താഗതിയാണ് കമ്മ്യൂണിസത്തിന്റെ പ്രശ്നം. അതിലെന്താണ്, കഴിവില്ലാത്തവർക്ക് അവസരം കിട്ടൂല, കഴിവുള്ളവർക്ക് അവസരം കിട്ടൂല. എല്ലാവരും ഒരേപോലെ കഴിഞ്ഞാൽ എങ്ങനെ, പിന്നെ ഞാൻ എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കില്ലേ? അതാണ് കമ്മ്യൂണിസത്തിന്റെ ഒരു ഇഷ്യൂ വരുന്നത്. പുരോഗമനം കുറവായിരിക്കും, ആളുകൾ ക്ഷാമം നേരിടേണ്ടി വരുന്നു, തൃപ്തിയില്ലാത്ത ജീവിതം നയിക്കേണ്ടി വരുന്നു. ഇതാണ് കമ്മ്യൂണിസത്തിന്റെ പ്രോബ്ലം. അതായത് അൾട്ടിമേറ്റ് പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസോ അതേപോലെ തന്നെ ക്യാപിറ്റലിസോ ഒന്നല്ല നമുക്ക് വേണ്ടത് എന്താണ്, ഭഗവാന്റെ ചിന്തയാണ്. ഭഗവാനാണ് ഇതെല്ലാം തരുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഭഗവാനെ കേന്ദ്രീകരിച്ച് തരാണ്, അല്ലാണ്ട് എല്ലാവരും തുല്യാക്കാൻ നമുക്ക് കഴിയില്ല. അത് എവിടെന്നാ വന്നതെന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് നമുക്കറിയാം ചതുർവർണ്ണങ്ങൾ ഉണ്ടല്ലോ, 4 വർണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ?
ബ്രാഹ്മണര്, വൈശ്യര്, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രർ. ഇതില് ശൂദ്ര ആ ഒരു കൺസെപ്റ്റാണ് കമ്മ്യൂണിസം. പിന്നെ വൈശ്യർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ് ഏത് ക്യാപിറ്റലിസം അല്ലെ. വൈശ്യരം പറഞ്ഞ പൈസ, സാമ്പത്തികം, അതാണ് അവർ ചിന്താഗതി. വേറെ മറ്റേ അവര് തൊഴിലാളി വർഗം എന്നാണല്ലോ പറയുന്നത്. അതായത് ഇവര് പക്ഷെ അതിന് മുകളിൽ 2 വിഭാഗം. ഇത് അതിൽ തന്നെ കട്ടായി പോയി, മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ ലോകം. ഇപ്പൊ നമുക്കറിയാം ക്ഷത്രിയ, വൈശ്യർ, പിന്നെ ക്ഷത്രിയർ, ബ്രാഹ്മണ. അപ്പൊ നമ്മളെ ലക്ഷ്യം എന്തായിരിക്കണം? അതിൽ വരുന്നുണ്ട്. ലക്ഷ്യം എന്തായിരിക്കണം? അത് ഭഗവാനിലേക്ക് ആയിരിക്കണം. അല്ലാണ്ട് ഈ ക്യാപിറ്റലിസോ അതുപോലെ തന്നെ സോഷ്യലിസോ വെച്ച് കഴിഞ്ഞാലും ഒരിക്കലും ഒരു കാലത്തും ഒരാൾക്ക് സന്തോഷം ഉണ്ടാവില്ല. ആ വ്യവസ്ഥ തന്നെ തെറ്റാണെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ഭഗവാനെ കേന്ദ്രീകരിക്കാതെ നമ്മൾ എന്തൊക്കെ നിയമങ്ങളും എന്തൊക്കെ പറയില്ല സിദ്ധാന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതവിടെ എത്തൂല. എപ്പോഴും അവിടെയും ക്യാപിറ്റലിസം, അത് സോഷ്യലിസം, എല്ലായിടത്തും സോഷ്യലിസം ആയാലും അവിടെ എപ്പോഴും ഹാപ്പി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ക്യാപിറ്റലിസം ഫുൾ ആയി കഴിഞ്ഞാലും അവിടെയും ഹാപ്പി ഉണ്ടാവില്ല. സ്ഥാനമാനങ്ങൾക്കുള്ളവരെയും സമൂഹത്തിൽ ശക്തിയുള്ളവരെയും മാത്രം മുന്നോട്ട് കൊണ്ടുവരും. ക്യാപിറ്റലിസത്തിന്റെ പ്രോബ്ലം ആണ് പറഞ്ഞത്. അവിടെ നിന്ന് വലിയ വലിയ ആൾക്കാർ അല്ലെ, നമ്മൾ പറയാം നമ്മുടെ സാധാരണ ഭാഷയിൽ രാഷ്ട്രീയക്കാർ പറയുന്ന രീതി. കാരണം സ്ഥാനമാനങ്ങൾ ഉള്ളവരെയും സമൂഹത്തിൽ സ്വാധീന ശക്തിയുള്ളവരെയും മാത്രമേ മുന്നോട്ട് കൊണ്ടുവരും. ധനികർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യും. അവിടെ അപ്പോഴും മത്സരമായി. അത് ക്യാപിറ്റലിസത്തിന്റെ പ്രോബ്ലം. മറ്റേത് കമ്മ്യൂണിസത്തിന്റെ പ്രോബ്ലം. ഇതൊന്നല്ല നമുക്ക് വേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് ഈ 2 ഉദാഹരണങ്ങൾ എടുത്തത്. അല്ലാണ്ട് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിലേക്കൊന്നും പോണില്ല. വർണ്ണാശ്രമം എല്ലാവരെയും ഭഗവാന്റെ അംശങ്ങളായി കരുതുന്നു. ഇവിടെ എത്തുമ്പോഴാണ് വർണ്ണാശ്രമം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ് അല്ലെ. ഭഗവാന്റെ തന്നെ ചാതുർവർണ്ണമായ സൃഷ്ടി എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ആ സൃഷ്ടിയില് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരങ്ങനെയാണ്. നമ്മൾ എവിടെ പോയാലും ഇത് കാണാം. നമ്മൾ എവിടെ പോയാലും ഇപ്പൊ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യണവരില്ലേ? അപ്പൊ അവിടെ കാസ്റ്റ് ആണോ? അല്ല. അതാ സിസ്റ്റം അങ്ങനെ. അതാണ് ഭഗവാൻ പറഞ്ഞ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വർണ്ണങ്ങൾ അതാണ്. പിന്നെ നമ്മൾ വേറെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിലേക്ക് പോണില്ല. എല്ലാവരെയും ഭഗവാന്റെ വർണ്ണാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഭഗവാന്റെ അംശങ്ങളായി കരുതുന്നു. വർണ്ണാശ്രമത്തിന്റെ തത്വം അതാണ്. എല്ലാവരും അവൻ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഡ്യൂട്ടി അവൻ ചെയ്യാം. നമ്മൾ അതിൽ പറഞ്ഞെങ്ങനെ ഭഗവാന്റെ ആ രൂപത്തെ തന്നെയാണ് അതിൽ കണക്കൂട്ടുന്നത്. പാദങ്ങള് ഭഗവാന്റെ ശൂദ്രന്മാര്, അരക്കെട്ട് എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ എന്ന് പറയുന്നത് വൈശ്യർ എന്നുള്ള കൺസെപ്റ്റ്. പിന്നെ കൈകള് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ക്ഷത്രിയർ, ശിരസ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ. അപ്പൊ ഇതൊന്നില്ലാണ്ട് ഇതിൽ ഒരെണ്ണം കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതാണ് ശരിക്കും ഭഗവാന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ വർണ്ണാശ്രമത്തിനെ പറ്റി ഇതിൽ പറയുന്നത്. അപ്പൊ വർണ്ണാശ്രമത്തിൽ പറയുമ്പോൾ എന്താണ്? ആദ്യം പിന്നെ ശൂദ്ര, വൈശ്യര്, പിന്നെ ക്ഷത്രിയര്, ബ്രാഹ്മണര്, അത് പിന്നെ ഭഗവാൻ. അങ്ങനെയാണ് ഒരു ലേഡർ പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇതാണ് നമ്മളെ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ ഏതാണ് ഡ്യൂട്ടി നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ അതിനേലും താഴ്ന്ന ലെവലിലേക്ക് പോയി കഴിഞ്ഞു. നമുക്ക് വൈശ്യര് ഏതെന്ന് അറിയില്ല, ക്ഷത്രിയർ ഏതെന്ന് അറിയില്ല, ബ്രാഹ്മണര് ഏത്, ഇപ്പൊ എല്ലാതുകൊണ്ട് മിക്സ് ആയി കിടക്കും. ഇത് കാരണം കൊണ്ടാണ് ഭഗവാൻ തന്നെ അവതാരമായിട്ടുള്ള, ഭഗവാൻ ഓരോ സമയത്തും പല രീതിയിൽ അവതരിക്കുന്നു. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു അവതാരം നമുക്കറിയാം. ശങ്കരാചാര്യർ അവതരിക്കുന്നത് അതിനൊരു കാരണമുണ്ട്. ബുദ്ധൻ അവതരിക്കുന്നു അതിനൊരു കാരണമുണ്ട്. അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നു. അങ്ങനെ വലിയ 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 ഗുരുക്കന്മാര് അവതരിക്കുന്നത് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പൊ ഈ ലോകത്ത് ഇപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും അറിയാത്തൊരവസ്ഥ കാരണം കൊണ്ടാണ് നമ്മൾ നാമജപം, അത് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. ഹരിർനാമ കേവലം നാസ്തൈവ ഗതിരന്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭഗവാന്റെ നാമമല്ലാതെ ഈ കലിയുഗത്തിൽ യാതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കാരണം അത്രയും നമ്മൾ താഴ്ന്നു പോയി. നമുക്ക് ഇതിൽ ക്ഷത്രിയരുടെ ഏത്, വൈശ്യന്റെ ഡ്യൂട്ടി ഏത്, ക്ഷത്രിയന്റെ ഡ്യൂട്ടീസ്, വർണ്ണാശ്രമങ്ങൾ ഏത്, ഇതൊക്കെ പാകം മാറിപ്പോയി. കലിയുഗം എന്ന് പറഞ്ഞത് ആ ലെവലിലേക്ക് താന്നു കഴിഞ്ഞു. അപ്പൊ അതാണ് പ്രോബ്ലം. അടുത്തതായി ക്ഷത്രിയരാണ്. അവർ രജോ ഗുണത്തിൽ വർദ്ധിക്കുന്നു. അവർ നരദേവങ്ങൾ എന്ന് വിളിക്കുന്നു. ബ്രാഹ്മണർക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ക്ഷത്രിയർ അസ്ത്രം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നു. അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള ജീവവർഗങ്ങൾ അതിന് താഴെ വരുന്നു. അപ്പൊ ജനറൽ ആയിട്ട് ഒരു സിസ്റ്റം പറഞ്ഞിരിക്കണം. ആദ്യം ബ്രാഹ്മണര്, പിന്നെ ക്ഷത്രിയര്, പിന്നെ വൈശ്യര്, പിന്നെ ശൂദ്രർ. അത് നമ്മളിപ്പോ ജനറൽ ആയിട്ട് ഒരു കമ്പനി പോയാലും നമുക്ക് ഇത് മുഴുവൻ കാണാൻ പറ്റും അല്ലെ. അവിടെ ചില കാര്യങ്ങൾ നിയമിക്കുന്നത്, പോളിസികളൊക്കെ ഉണ്ടാക്കുന്നത് ആരായിരിക്കും? അത് അവിടുത്തെ ഹയർ ലെവലിലുള്ള ഓഫീഷ്യൽസ് ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ടും.
ഇപ്പൊ നമ്മളെ രീതിയിൽ IAS ഓഫീസേഴ്സ് അല്ലെ, അവരാണ് അത് പോളിസീസ്, അത് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവരാണ്. അപ്പൊ അവരെ നമുക്ക് ബ്രാഹ്മണർ എന്ന് പറയാം. അത് തന്നെയാണ് ഇതിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ മാനേജേഴ്സ് ഉണ്ടാവും അല്ലെ, അത് കൺട്രോൾ ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും, പിന്നെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. അങ്ങനെ എല്ലാത്തിനും നമുക്ക് എവിടെയും ഈ 4 ABCD ഗ്രൂപ്പ് അതൊക്കെ ബേസിക് ഈ കൺസെപ്റ്റ് നോക്കിന് അത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് തന്നെയായാലും നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് നമുക്ക് മാറ്റും. ഈവൻ നമ്മളെ ക്യാരക്ടറിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാലായിരിക്കും. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ചില വ്യക്തികൾ വളരെ സപ്പോർട്ടിംഗ് ആയിട്ട്, ചില അത് ഒരു റെഗുലേഷൻസ് ആയിരിക്കും അവർക്ക്, ചിലവർക്ക് അത് ബുദ്ധിപരമായിട്ട് ചെയ്യുന്ന ആൾക്കാരെയും കാണാൻ പറ്റും. ഇതൊക്കെ ഈ ലോകത്തുള്ളതാണ് എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് എല്ലാ വർണ്ണങ്ങളും ഞാനാണ് സൃഷ്ടിച്ചെന്ന് പറയുന്നത്. കാരണം ഭഗവാനാണ് എല്ലാം സൃഷ്ടിച്ചത്. അപ്പൊ ഇതിലും ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സസ്യബുക്ക് ആയതുകൊണ്ട് മാത്രം പ്രകൃതി നിയമങ്ങളെ ഭുജിക്കുന്നതായിരിക്കും ഒരു പ്രകൃതി നിയമങ്ങളെ ഭജിക്കുന്നത് ഒഴിവാക്കണമെന്ന് കരുതുന്നത് തെറ്റായ ധാരണയാണ്. സസ്യങ്ങൾക്കും ജീവനുണ്ട്. ഒരുവൻ താൻ പരിപൂർണ സസ്യബുക്കാണെന്ന് അഭിമാനിക്കരുതേ. ഞാൻ സസ്യബുക്ക് ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ആളെ, ഇപ്പൊ പച്ചക്കറിക്ക് ജീവനില്ലേ, മരത്തിന് ജീവനില്ലേ? ശരിയാണ്, അതിന് ജീവനുണ്ട്, അതിനൊരു സംശയവുമില്ല. പക്ഷെ എന്താണ് പറയുന്നത്? നമുക്ക് വിധിച്ചപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അവിടെ പച്ചക്കറി ആണെന്നോ ഇപ്പൊ സിംഹമാണ് പുലി അതൊന്നല്ല പറയണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണത് ജീവനാം ജീവസ്യാഹാരം അല്ലെ, ഒരു ജീവന് മറ്റൊരു ജീവൻ എടുക്കേണ്ടി വരും. അതാണ് പ്രകൃതി നിയമം. പക്ഷെ നമ്മൾ ഏത് ജീവനാണ് എടുക്കുന്നത്? അത് നമുക്ക് പറഞ്ഞിട്ടുള്ള ജീവനാണോ എടുക്കുന്നത്? അതാണ് ചോദ്യം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ സസ്യാഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ജീവനുണ്ട്, ഒരു ജീവനാണ് മറ്റു ജീവൻ എടുക്കുന്നത്. പക്ഷെ നമുക്ക് പറഞ്ഞിട്ടുള്ള ജീവൻ എന്താണ് നമ്മൾ ചിന്തിക്കണം. സിംഹത്തിനുണ്ടെങ്കിൽ മാൻ ജീവനാണ്. അങ്ങനെ ആയിരിക്കണം നമ്മളും ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തിയും വിവേചവും നമുക്കുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. അവിടെ വെച്ച് നമ്മൾ കണ്ണടക്കരുത്. ഭഗവാനെ മനസ്സിലാക്കാൻ മതിയായ ബോധം മൃഗങ്ങൾക്ക് വികസിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യന് വൈദിക സാഹിത്യത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ എങ്ങനെ പ്രവർത്തിക്കാമെന്നറിയാം. അറിവിൽ നിന്ന് ലാഭം സ്വയത്തമാക്കാനും വേണ്ട ബുദ്ധിശക്തിയും അവനുണ്ട്. അപ്പൊ ഇവന് അറിയാത്തതല്ല, അവൻ അറിഞ്ഞിട്ട് കണ്ണടച്ചിരിക്കുകയാണ്. അറിയാത്തവരുണ്ട്, അവരെ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഭഗവാൻ പറഞ്ഞു, ആസുര്യ ജന്മത്തിലുള്ളവർക്ക് ഇതൊന്നും അറിയില്ല. അവർ ആസുര്യമായിട്ടുള്ള താഴത്തെ ജന്മങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും, അതിന് സംശയമില്ല. പക്ഷെ നമുക്ക് അതാണ് നമ്മുടെ മഹാഭാരതം. നമ്മളെ ഇന്ത്യയിൽ, അതായത് ഭാരതത്തിൽ ജനിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്തരം ഭാഗ്യം ഉണ്ടെങ്കിൽ തന്നെയല്ലേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം ഭാഗ്യമുള്ളത് കൊണ്ടാണ് നമ്മള് ഭാരതത്തിൽ തന്നെ ജനിച്ചെന്ന് പറയുന്നത്. കാരണം നമുക്ക് അറിഞ്ഞും അറിയാതെ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. മറ്റുള്ള രാജ്യങ്ങൾ പോലെ അല്ല നമ്മൾ, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഇത് തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ വലത്ത് കൈ കൊണ്ടോ ഭക്ഷണം കഴിക്കില്ല, അടുത്ത കൈ ഉപയോഗിക്കില്ല, അല്ലെ? അവര് അടുത്ത കൈ പ്രസാദം കഴിക്കാം ഇംഗ്ലീഷുകാർ. അവർക്കറിയില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് പല കാര്യങ്ങളും അറിയാം. നമ്മൾ അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത പല കാര്യങ്ങളായിരിക്കും അതിന്റെ പിറകില്. അപ്പൊ നമുക്കറിയാം. അപ്പാണ് പറഞ്ഞത് നമ്മളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ബുദ്ധിശക്തി നമുക്കുണ്ട്. അതിനാൽ മനുഷ്യ ജന്മം സിദ്ധിച്ച അയാൾ പരംപ്രഭുവിന്റെ അതീശത്വം അംഗീകരിക്കുന്നത് അനിവാര്യമാണ്. അയാൾ ഭഗവാന്റെ ഭക്തനായി തീരണം. അപ്പൊ മനുഷ്യ ജന്മം എന്ന് പറഞ്ഞത് നമുക്കറിയാം ലാസ്റ്റ് ജന്മമാണ്. അത് ലാസ്റ്റ് ജന്മമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച് തീർക്കണം. അതാണ് ലക്ഷ്യം. അല്ലെങ്കിൽ നമുക്ക് വേറെ നായയുടെ പൂച്ചയുടെ ഇതൊക്കെ ജന്മം കിട്ടിയാൽ മതി. നമ്മൾ ഈ ജീവന കാര്യങ്ങൾ മുഴുവൻ അവരും ചെയ്യുന്നതാണ്, ഒരു വ്യത്യാസവും ഇല്ല. അവർക്ക് ബുദ്ധിയുണ്ട്. എന്താ അവർക്ക് ബുദ്ധി ഇല്ല? അവര് കുടുംബം ജീവിതം നയിക്കുന്നവരാ, അവര് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും അതേപോലെ തന്നെയാണ്. അവർക്ക് എല്ലാ എൻജോയ്മെന്റും അവർക്കുണ്ട്. പക്ഷെ നമുക്ക് മനുഷ്യ ജീവിതം അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷ്യം ഭഗവാൻ അറിയാൻ കഴിയാവുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ, മനുഷ്യ ജീവന് മാത്രമുള്ളൂ ഭഗവാൻ എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത്, അല്ലെ? അപ്പൊ അതെന്തിനാ ഭഗവാൻ അത് തന്നത്? അതെന്ന് പറഞ്ഞത് ലാസ്റ്റ് നമുക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ളതാണ്. നമ്മുടെ ജീവിതം അതിലേക്ക് വേണ്ടി പതുക്കെ പതുക്കെ നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നതാണ്, അല്ലെ? നമുക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ പല സ്റ്റെപ്പായിട്ട് അതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നാമെങ്കിലും നമ്മൾ ജപിക്കും ഭഗവാനെ. പറയണത് ഹരേർനമ കേവല നസ്തൈവ 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 ഗതിരന്യത. ആ ഒരു ശ്ലോകം നമ്മൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക. ഭഗവാന്റെ നാമമല്ലാതെ അത് പറഞ്ഞ ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും ഒന്ന് തന്നെയാണെന്നാ പറയുന്നത്. അത് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആ കൺസെപ്റ്റ് കിട്ടാത്തത്. ഭഗവാനെ രൂപം, നമ്മളെന്താ രൂപം ചിന്തിക്കുക? ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ രൂപം. അപ്പൊ ഭൗതിക രൂപം അല്ല, ഭഗവാന്റെ രൂപം ആത്മീയ രൂപമാണ്. അപ്പൊ ആത്മീയ രൂപമാണെങ്കിലോ ഭഗവാന്റെ ശബ്ദവും ഭഗവാന്റെ രൂപവും ഒന്നാണ്. ആ ലെവലിൽ നമ്മൾ ചിന്തിച്ചെടുക്കണത്.
അതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞത് ഭഗവാന്റെ രൂപവും തുല്യമാണ്. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകണം. തന്റെ സകല വസ്തുക്കളും ഭഗവത് സേവനത്തിനായി സമർപ്പിക്കുകയും ഉച്ഛിഷ്ടം പ്രസാദമായി കൈകൊള്ളുകയും വേണം. അപ്പൊ നമ്മള് ആയ ഭഗവത് സേവനത്തിന് നമ്മളെ എന്തൊക്കെ നമ്മൾ ഇന്ദ്രിയങ്ങൾ അതിന് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, ഋഷികേശൻ ഇന്ദ്രിയങ്ങൾ. അപ്പൊ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും. ദുർവാസാവിന്റെ കഥ ഇന്നലെ പറഞ്ഞു. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഒറ്റയടിക്കല്ല, പതുക്കെ പതുക്കെ നമ്മൾ ഉയരണം. അപ്പൊ എല്ലാതും ഭഗവാനെ സമർപ്പിക്കാവുന്ന രീതി. അപ്പൊ ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സന്തോഷിച്ചു. കാരണം ഭഗവാന്റെ പാർട്ടാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ്, നമ്മളെ കണ്ണിനും ഊർജ്ജം കിട്ടും, കൈക്കും ഊർജ്ജം കിട്ടും അല്ലെ, നമ്മൾ ഉദരത്തിലേക്കാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഭഗവാനിലേക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ പാർട്ടായിട്ട് എല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ വിഷ്ണു പൂജ ചെയ്യുന്നത്. അതിലെല്ലാവരും ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. തന്റെ ഭക്തരുടെ കയ്യിൽ നിന്ന് താൻ സസ്യാഹാരം സ്വീകരിക്കുമെന്ന് ഭഗവത്ഗീതയിൽ അരുൾ ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ എന്താ കഴിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭഗവാൻ മനുഷ്യരൂപമാണ്. അപ്പൊ ഭഗവാൻ കഴിക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പത്രം പുഷ്പം ഫലം തോയ യോമി ഭക്തി പ്രേച്ച് തദഹം ഭക്തിഹൃദ അശ്നാമി പ്രയാത്മനഃ എന്ന് പറയുന്നത്. തന്റെ എല്ലാ ഭക്ഷണവും ഭഗവാന് നിവേദിക്കുകയും തുടർന്നുള്ള ഭഗവത് പ്രസാദം എന്ന നിലയ്ക്ക് കരുണ എന്ന നിലയോ അത് കൈക്കൊള്ളുകയും വേണം. അപ്പൊ നമ്മൾ എന്തും ഭക്തിയോട്, പത്രമായാലും പുഷ്പമായാലും ഫലമായാലും തോയമായാലും, വെള്ളമാണെങ്കിലും ഫലമാണെങ്കിലും പുഷ്പമാണെങ്കിലും ഇലയാണെങ്കിലും അത് ഭഗവാനോ ഭക്തിപരമായിട്ട് നമ്മൾ അർപ്പിക്കുക. അത് നമ്മളെ ഭക്ഷണമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മളെ മനസ്സിലെ എപ്പോഴും അതാണ് ഭഗവാനെ പിടിച്ചു കെട്ടുന്ന ഒരു സംഗതി ഉണ്ട്. നമ്മളെ കയറുകൊണ്ട് കെട്ടുന്നുണ്ട് യശോദമ്മ ഭഗവാൻ. അപ്പൊ 2 വിരലാണ് കുറയുന്നത്. 2 വിരലുകള് 2 വിരലല്ലേ കുറയുന്നത്. മാതാജി ഒന്ന് പറഞ്ഞു. ഭഗവാനെ പിടിച്ച് വിരലെ കെട്ടുമ്പോ എടുക്കുന്ന കയറിന്റെ 2 വിരല നീളം കുറഞ്ഞിരിക്കും. അങ്ങനെ പല തവണ നോക്കിയപ്പോഴും പിന്നെ കുറച്ച് കയറൂടെ കൊണ്ടുവന്നപ്പോഴും പിന്നെയും കുറഞ്ഞു. അതുപോലെ തന്നെ കുറഞ്ഞു. അങ്ങനെ അന്നേരം ഗോപികമാരെല്ലാം കൂടെ ഇവരെ കളിയാക്കാൻ തുടങ്ങി യശോദാമ്മ. അന്നേരം ഭഗവാന് ആദ്യത്തെ കയറ് തന്നെ വെച്ച് കെട്ടാൻ പറ്റി. പോയിന്റ് പറഞ്ഞില്ല. കെട്ടിയത് എന്തിനാണെന്നോ? കെട്ടിയത് എന്നല്ല, ആ വിരല് 2 വിരല് വെച്ച് കുറയുന്നുണ്ട്. ഓരോ കയറ് കൊണ്ടുവരുമ്പോഴും വീണ്ടും 2 വിരല് കുറയുവാണ്. വീണ്ടും കയറ് കൊണ്ടുവരും, അന്നേരവും 2 വിരല് കുറയും. അതെ, അതായത് 2 കാര്യങ്ങൾ ഉണ്ടായാലോ പരിപൂർണമാവുള്ളൂ. ഭൗതികതയും വേണം, ആത്മീയതയും. ഭൗതികത ലാസ്റ്റ് ശ്ലോകം നമ്മൾ ഓർമ്മിച്ചാൽ മതി. അതെ, ഭഗവാന്റെ ദിവ്യശക്തിയോ ഭഗവാനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. ഭഗവാനെ പിടിച്ച് കെട്ടാൻ പറ്റില്ല. ആ ഭക്തി ഉണ്ടെങ്കിൽ മാത്രം ഭഗവാനെ കെട്ടാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതായത് 2 കഴിവും വേണം അല്ലെ. എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥ ധനുർജയ തത്ര സിർവിജയ ഭൂത് ധ്രുവ ധീർമതി മമ. അതായത് എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ട്, എവിടെ വില്ലാളി വീരനെ അർജുനുണ്ട്, അവിടെ ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളതാണ് ഇതെന്റെ അഭിപ്രായം. 2 കാര്യം വേണം. മനസ്സിലായി? ഭഗവാനെ കിട്ടണമെങ്കിൽ നമ്മൾക്ക് മനോഭാവം വേണം. ഭക്തനില് ആ ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം നമ്മൾ. അപ്പൊ ഭഗവാനും വേണം, നമുക്ക് അപ്പൊ അർപ്പണ മനോഭാവം വേണം. എല്ലാത്തിലും അത്ര 100% ഭക്തിയിൽ. ഇപ്പൊ അർജുനെ സംബന്ധിച്ച് ക്ഷത്രിയ എന്നുള്ള രീതിയിൽ 100% അല്ലെ, വില്ലാളി വീരനാണ്. പിന്നെ അതിനപ്പുറത്ത് ഇല്ല. അങ്ങനെ ആയിരിക്കണം നമ്മളെ. ഭൗതികതയിലാണെങ്കിലും ഭഗവാനിലെ അതിരുടെ നിശ്ചയം എന്ന് പറഞ്ഞ ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം. അതാണ് അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഭഗവാന്റെ ഉടമാവകാശം അവഗണിക്ക വഴി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രകൃതിയുടെ നിയമ ലംഘനം തന്നെയാണ് പാപത്തിന്റെ മൂലകാരണം. നമ്മൾ പാപം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അവഗണിക്കാന്ന് പറയുന്നതാണ്. നമ്മൾ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രകൃതി അതിനനുസരിച്ചുള്ള പ്രബലം നമ്മൾക്ക് ഉണ്ടാക്കി തരും. അത് നമുക്ക് ഭൗതികമായിട്ട് അറിയാം, ആത്മീയമായിട്ടും അത് തന്നെയാണ്. നമ്മൾ അറിഞ്ഞാതെ തെറ്റായി ചെയ്താലും അത് നമുക്ക് അതിന്റെ പരിണത ഫലം നമുക്ക് ലഭിച്ചിരിക്കും എന്നാ പറയുന്നത്. അതായത് കുറച്ച് നമ്മളത് പഠിക്കുന്നുണ്ട്. അതായത് 4 തരം പാപങ്ങളുണ്ട്. അതായത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്, വിത്തായിട്ട് കിടക്കുന്നത്, ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പലരുടെ ജീവിതം ശ്രദ്ധിച്ചാൽ അറിയാം. ചിലർ നല്ല രീതിയിൽ ഇപ്പൊ പെട്ടെന്ന് താഴും, ചിലപ്പോൾ പൊന്തും, ചിലപ്പോൾ കുറച്ചിങ്ങനെ പോകും. ഇതിനൊക്കെ അതിന്റെ കാരണങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ പാപകർമ്മത്തിന്റെ പ്രശ്നങ്ങൾ.
അഥവാ ഭഗവാന്റെ വ്യവസ്ഥകൾ അനുസരിക്കാതിരിക്കുന്ന മനുഷ്യന് നാശം വരുത്തുന്നു. അത് ആരാ ചെയ്യണത് ശരിക്കും? അത് ദേവതകള് അതിന്റെ കറക്റ്റ് റൂൾസിലാണ് പോണത്. അത് നിയമം തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഉണ്ടല്ലേ, പിന്നൽ കോഡ്, ഇങ്ങനെ ഇന്ന തെറ്റ് കഴിഞ്ഞ് ഇന്നേറ്റ് ചെയ്യണം. അത് ചെയ്യുന്നതായിരുന്നു പ്രസിഡന്റ് അല്ല ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരനാണ് അത് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഭഗവാനും ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഭരണഘടന ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെയ്യുന്നത് നമ്മള് പെറ്റി കേസ് അടിച്ച് പോലീസ് നമുക്ക് പെനാൽറ്റി പേപ്പർ അങ്ങോട്ട് തരും. മനസ്സിലായി? ഇത് തന്നെയാണ് ദേവന്മാര് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ വണ്ടിയും കൊണ്ടുപോകും, ബാക്കിൽ കൂടെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല, നമുക്ക് എന്താ വീട്ടിലെത്തുമ്പോൾ നമുക്ക് പെനാൽറ്റി പേപ്പർ വീട്ടിലെത്തും. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് സംഭവം. അപ്പൊ തെറ്റ് ചെയ്താലും അറിഞ്ഞു ചെയ്തില്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം. അതിന് പിന്നീടുള്ള അധ്യായങ്ങളിൽ പിന്നീടുള്ള മന്ത്രങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത്തരം പറഞ്ഞിട്ട് എന്തെങ്കിലും? രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇത്തരം പറഞ്ഞിട്ട് 4 പാപങ്ങൾ. എന്താ 4 പാപങ്ങൾ? 4 പാപങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് വരും. അത് ഭക്തി രസാമൃത സിന്ധിയിൽ വരും. ഇത് കഴിഞ്ഞിട്ട് ഭക്തി രസാമൃത സിന്ധിൽ വരും. അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് പറയാൻ ചോദിച്ച നിലയ്ക്ക്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു തെറ്റ് ചെയ്തു. അപ്പൊ ആ തെറ്റ് ആദ്യം തന്നെ തെറ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആവും. എന്തെങ്കിലും ശരിയോ തെറ്റാണ്, അതായത് നമ്മൾ റെഡി ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ല. അപ്പൊ അതിന് കൂടം എന്നുള്ളൊരു അവസ്ഥ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തെറ്റ് ചെയ്തു. അപ്പൊ അവിടെ എന്താ, അത് വിത്തായി, അത് തെറ്റിന്റെ അവിടെ ഒരു ഇതായിട്ട് കിടക്കുക. പിന്നെ അത് സമയം പിടിക്കും. അത് അതിനായിട്ടുള്ള ഒരു സൗകര്യം വരണം, അത് വളരാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ വളർന്ന് അത് പിന്നെ മുളയ്ക്കാൻ തുടങ്ങും. മുളച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, അതില് കായ്കളൊക്കെ വരും. മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും. മനസ്സിലായി? നല്ല കാര്യം ചെയ്താലും പൊട്ട കാര്യം ചെയ്താലും അതിന് ഫലങ്ങൾ വരും. പിന്നെ നമ്മൾ ഫലങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും. മനസ്സിലായി? അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണ്. ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. പാപകർമ്മങ്ങളെ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങളായിട്ടുള്ള സ്റ്റെപ്പ്. അതാണ് കാലം പാകമാകുമ്പോൾ. അതന്നെ, പാകമാകുമ്പോൾ നമുക്കത് ലഭിച്ചിരിക്കും. ആ സമയമാകുമ്പോൾ നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടിയിരിക്കും. അതാണ്. അത് ചിലപ്പോൾ ഈ ജന്മത്തിൽ ചെയ്തായിരിക്കും, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതായിരിക്കും. അത് കാരണം നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ പബ്ലിക്കിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാണ്. അതാണ് കാരണം. ചില വലിയ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും, ചില നിരിച്ചു ചെയ്യുന്ന കാണാം. ഇതിന്റെ പിറകില് പല കാര്യങ്ങളുണ്ട്. അതിനെപ്പോഴും പറയുന്നത് ഈ ജീവിതം എന്ന് പറയുന്നത് അടുത്ത ജീവിതത്തിലേക്കുള്ള വഴികാട്ടി എന്ന് പറയുന്നത്. ഓരോ പ്രവൃത്തിയും വിത്താണോ പ്രഭുജി? ഓരോ പ്രവൃത്തിയും വിത്താണ്. വിത്തിനെ മുന്നേ നമ്മൾ പ്രവൃത്തി ചെയ്യാൻ ചിന്തിക്കുമല്ലേ. നമ്മൾ പ്രവൃത്തി ചെയ്യാൻ ചിന്തിക്കുമ്പോ തന്നെ സ്റ്റാർട്ടായി. ചിന്തകൾ തന്നെ, ചിന്തയിൽ നിന്നാണ് അല്ല കാര്യങ്ങൾ തുടങ്ങുന്നത്. ആ ചിന്ത വരുമ്പോ തന്നെ അവിടെ ആക്ഷൻ സ്റ്റാർട്ടായി എന്നാ പറയുന്നത്. അതിന് നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ മുഴുവനും ഭഗവാൻ. നമ്മൾ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് 24 മണിക്കൂറും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രവർത്തിക്കുക. അതാണ് നമ്മൾ പതുക്കെ നമുക്ക് കൊണ്ടുപോകേണ്ടത്. രേഷ്ണ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല അല്ലെങ്കിൽ അതിന്റെ ആൻസർ ഒന്നും പറയത്തക്ക പോലെ വന്നില്ലല്ലോ. അയ്യോ, ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലല്ലോ. ഒന്നാമത്തെ രണ്ടാണ് വന്നത്. ഒന്ന് വന്നില്ല, 2 വന്നിരിക്കണം. ഒന്ന് വന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഒന്ന് നമുക്ക് അപ്പൊ നാളെ ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോ അത് വിടാൻ വിട്ടുപോയി മൈൻഡിന്ന്. ഓക്കെ. ഇത്തരം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണ് അല്ലേ? ഹരേ കൃഷ്ണ. നാളെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാം. ഇത് തന്നെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. നാളെ ഡിസ്കസ് ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് പറഞ്ഞതില്? എല്ലാവരും 4 പ്രാവശ്യം നാമം ജപിക്കണില്ലേ? ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ 16 മാല ജപിക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. ഹരി ബോൽ. അപ്പൊ 4 പ്രാവശ്യമെങ്കിലും മിനിമം ജപിച്ചിരിക്കണം. എന്നാലോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അത് ഗ്രഹിക്കാനുള്ളത് ഭഗവാൻ ഇത് തരുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞില്ല യുക്തി കൊണ്ട്. അത് ആദ്യത്തെ ദാന ശ്ലോകത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി അല്ലെ? പൂർണ്ണമതം പൂർണ്ണമിതം എന്ന് പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അതിൽ നിന്നാണ് എല്ലാതും വന്നിട്ടുള്ളത്. അപ്പൊ ഭഗവാനിൽ നിന്നാണ് എല്ലാതും വന്നിട്ടുള്ളത്. അപ്പൊ ഭഗവാനെ നമ്മൾ വിളിക്കാതെ യാതൊരു രക്ഷയില്ല. അതിൽ നിന്ന് അത് വന്നിട്ടുണ്ട്. അതിന്റെ പാർട്ടാണ് നമ്മൾ അല്ലെ? ഭഗവാന്റെ പാർട്ടാണെന്ന്
അത് ഭഗവാന്റെ അംശം, മമ വംശ ജീവലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതിലേക്ക് മനസ്സിലായി നമ്മള്. അപ്പൊ 4 പ്രാവശ്യം ജപം എന്തായാലും ചെയ്യണം. അത് എന്റെ സൈഡിൽ നിന്നുള്ളത്, അതൊരു അമ്പലത്തിൽ നിന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. പ്രഭു ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭു. ആ ഹരേ കൃഷ്ണ. ആ ഒഫൻസസ് ഇട്ടല്ലേ കൃഷ്ണപ്രേമ എന്നുള്ളത് വരെ പറയണ്ടു കേട്ടോ. ഒഫൻസ് അപരാധങ്ങൾ അല്ലെ, അതിലെ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് പറയണ്ട. കൃഷ്ണപ്രേമ വരെ പറയണ്ടോ. പിന്നെ ശിക്ഷാഷ്ടകം ഞാൻ നാളെ ഇടാട്ടോ. ഇന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല, അവിടെ വൈകിട്ട് എത്തിയതേ. അപ്പൊ നാളെ ഇടാം, ശിക്ഷാഷ്ടകം ചൊല്ലിയിടാം നാളെ. ഓക്കെ. ഇതിലെ അപരാധത്തില് എത്രാമത്തെ ഇതാ വരുന്നത്? 8ാമത്തെ വരെ. ലാസ്റ്റ് പേജില് കൃഷ്ണപ്രേമ ഞാൻ ഇട്ടുണ്ടായിരുന്നല്ലോ, ഫോട്ടോ ഇട്ടുണ്ടായിരുന്നല്ലോ. അതിന് തെളിച്ചമില്ലല്ലോ മാതാജി, കാണുന്നില്ലേ? മേളത്തെ 2-3 പോയിന്റ്സിന് തെളിച്ചക്കുറവുണ്ട്. അതെ, ഞാൻ ഒന്നും കൂടി ഇടാം. എന്നിട്ട് ആ ലാസ്റ്റ് പേര അത് വേണ്ടാന്ന് പറഞ്ഞു, കൃഷ്ണപ്രേമ വരെ വേണ്ടൂന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ പ്രിന്റ് എടുത്തായിരുന്നു, ആ 3 എണ്ണം തെളിഞ്ഞിട്ടും ഇല്ല. അല്ലെ, അപ്പൊ ഒന്നും കൂടി ഇടും മാതാജി. അത് ശരി, അതൊന്നും ഇട്ടിരിക്കും. 2ാമത് ഇട്ടിട്ട് അത് ഇൻട്രസ്റ്റ് ഉള്ളവര് മംഗളാരതിക്ക് 4:30 മംഗളാരതിക്ക് അത് പഠിക്കാൻ കാണപ്പാടല്ല, നമുക്കൊരു ക്ലിയർ ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്യാന്നുള്ളൂ. 4 പേര് വേണം, 3 എണ്ണം വീതം ഓരോരുത്തര്. 2 പേര് 3 എണ്ണം വീതം, ഒരാള് 4 എണ്ണം വീതം, പിന്നെ ഒരാള് ശിക്ഷാഷ്ടകം. അങ്ങനെ 4 പേരാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കണേ കേട്ടോ. ശരി. അപ്പൊ നിങ്ങൾ വായിച്ച് പഠിക്കാന്ന് വെച്ചാൽ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് വായിച്ച് കറക്റ്റ് ആയിട്ട് ഒന്ന് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അത് രണ്ടും അപ്പൊ അത് നോക്കി വായിക്കാവുന്നേ ഉള്ളൂ. ശിക്ഷാഷ്ടകം ഞാൻ രാവിലെ ചൊല്ലി. ക്ലിയർ ആവുന്ന വിധത്തിലൊന്ന് ഇട്ടാല് പഠിക്കായിരുന്നു പ്രഭുജി. എനിക്ക് ഫോർവേഡ് ചെയ്താണ് ഞാൻ അങ്ങോട്ട് തന്നിരിക്കുന്നത്. എന്റെ ഇംഗ്ലീഷിന്റെ ബുക്ക് ഇല്ല, എനിക്ക് ഞാൻ ഇട്ടുതരാം മാതാജി, കുഴപ്പമില്ല. ഞാനത് ഇംഗ്ലീഷ് കുഴപ്പമില്ല മാതാജി, ഇന്നിട്ടല്ലോ മലയാളത്തിലുള്ളതാ തെളിച്ചക്കുറവ്. മലയാളമാണോ വേണ്ടത്? മലയാളം മതി. മലയാളം മതി, പക്ഷെ നമ്മ അവിടെ പറയേണ്ടത് ഇംഗ്ലീഷാണ് കേട്ടോ. അത് ഇന്ന് മാതാജി തെളിച്ചുള്ളത് ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. മലയാളം വേണമെങ്കിൽ ഒന്നും കൂടി ഇട്ടുതരാം. ഞാൻ 2 എണ്ണം മാതാജി, അപരാധങ്ങളും ശിഷ്ടാഷ്ടവും 2 ഇടണം. ഇടാം. പ്രഭുജി 4 പ്രാവശ്യം ജപിക്കുന്ന 4 പ്രാവശ്യം ഒന്നുകൂടെ വിശദീകരിക്കാം. 108 × 4 ആണല്ലേ? അതായത് മാലയില് 4 നേരമാണോ ഉദ്ദേശിക്കുന്നത്? അത് എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. കാലത്ത് ഒരു പ്രാവശ്യം ജപിക്കാൻ, ഉച്ചയ്ക്ക് ജപിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ 4 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കണാണ്. അത് കാലത്ത് ജപിക്കണാണ് നല്ലത്. പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തി ജപിക്കണാണ് നല്ലത്. നമ്മൾ കുളിച്ച് ബാഹ്യം ആന്തരിക ശുദ്ധി ചെയ്തിട്ട് ജപിക്കണമാണ് നല്ലത്. ഭഗവാന്റെ മുന്നിൽ നിന്ന് ജപിക്കണമാണ് നല്ലത്. അതൊക്കെ പ്ലസ് പോയിന്റ്സുകളാണ്. മിനിമം അത് വെച്ചിട്ട് നമ്മൾ എക്സ്ക്യൂസ് ചെയ്യല്ല. 4 പ്രാവശ്യം എപ്പോഴെങ്കിലും, അതായത് ഒരു മാല കംപ്ലീറ്റ് ചെയ്യണം അറ്റ് എ ടൈം, അത്രേ ഉള്ളൂ. അതായത് പകുതി മാല ചെയ്യരുത്, ഒരു ഫുള്ള് മാല 108 പ്രാവശ്യം ചെയ്യാം. പിന്നെ നമുക്ക് എപ്പോഴും സമയം കിട്ടണം അപ്പൊ ചെയ്യാം. ദിവസം 4 മാല നമ്മൾ ജപിച്ചിരിക്കണം. അതായത് ഭഗവാനെ വിളിക്കണം നമ്മള്. ഇതിന്റെ എക്സാം ഉണ്ടാവത്തില്ല ഇപ്പൊ എടുക്കുന്ന ഈ ടെക്സ്റ്റിന്റെ? അതിന്റെ ഉണ്ട്, നമ്മൾ അന്ന് ഉപദേശാമൃതം ചെയ്ത പോലെ തന്നെ ടെസ്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത്? അതാണോ നമ്മൾ? ക്വസ്റ്റ്യൻസ് അല്ല, ഇതുപോലെ തന്നെ ശ്ലോകം മന്ത്രം വെച്ചിട്ട് തന്നെയാണ്. മറ്റേ കഴിഞ്ഞത് പോലെ തന്നെ അല്ലെ ഉപദേശാമൃതം. അത് കുറച്ച് പേർക്ക് ഇത് നമ്മൾ വേറെ ബാച്ച് മിക്സ് ആയതുകൊണ്ട് അവർക്ക് വേറെ ക്ലാസ് വേറെ സ്റ്റാർട്ട് ആവും. നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, അത് ഞാൻ പറയാം. മന്ത്രത്തിന്റെ അർത്ഥമാണോ പ്രഭുജി ചോദിക്കുന്നത്? അതെ, മന്ത്രത്തിന്റെ അർത്ഥം 18 മന്ത്രം 9+9 എന്നുള്ള രീതിയിൽ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് നിർത്താം. അപ്പൊ നാളെ കാണാം. നോക്കാം. അഞ്ച് പിന്നെ ശ്ലോകത്തിന്റെ പരീക്ഷ ഉണ്ടല്ലോ, 7 തൊട്ട് 11. അത് നാളെ പറയാൻ. ഇപ്പൊ എല്ലാരും പഠിച്ചാ? ഇല്ല, പഠിച്ചോണ്ട് കഴിഞ്ഞിട്ട് പറയാം. നാളെ മറ്റന്നാളെ നമുക്ക് ഞാൻ ഡേറ്റ് പറയാം. പഠിച്ചിട്ട് മറക്കാൻ തുടങ്ങി. ശരി ഒക്കെ ഭഗവാൻ അറിയാം. ഓക്കെ. പഞ്ചകൽപരൂപച്ച കൃപാസിന്ധ്യാപച്ച 14 പാവനേച്ച വൈഷ്ണവേപിന മനന്ദകോടി വൈഷ്ണവ ഭക്തർക്ക് ഗുരുവാദിക്ക് ഗുരുദേവിക്ക് ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ശുഭരാത്രി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം.